പാനൽ കട്ടാണ് വന്നത്. യോക്കിൽ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തേക്കും. 178 മുതലുള്ള കുർത്തീസ് ഇവിടെ ഉണ്ട്. ബനാറസി മെറ്റീരിയലിൽ നല്ലൊരു ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട്. 298 റേഞ്ചിൽ വരുന്നതാണ്. അതായത് ഫുള്ള് ഈ സൈഡിലിരിക്കുന്ന ഫുള്ള് ശരിക്കും നമ്മൊരു കോട്ടാണെന്ന് ഓർക്കും, പക്ഷെ കോട്ടല്ല, ഹാൻഡ് വർക്ക് വരുന്നത്. എന്തിട്ടാലും ഭംഗിയാണല്ലോ ഈ കുട്ടിക്ക്. അതിൽ ഏത് മോഡൽ വേണോ? അനാർക്കലി സ്റ്റൈൽ വേണോ? അതിൽ എ ലൈൻ വേണോ? പിന്നെ ഇത് ഒരു പിൻടെക് ആയിട്ട് കോളറാണ് വന്നത്. ഇതും റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഫോയിൽ പ്രിന്റ് ആണ്. ഷിഫോണിൽ വന്ന ഒരു ഷൈനിങ് മെറ്റീരിയൽ ആണ്. വൺ സൈഡ് സ്ലബ് ആണ് മെറ്റീരിയൽ വരുന്നത്. വൺ സൈഡ് അജറക്കും വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ജിമ്മിച്ചൂലാണ്. ഫ്രോക്ക് 178 സ്റ്റാർട്ടിംഗ് റേറ്റ്. ഫെസ്റ്റിവൽസ് ആണ്, വീട്ടിലിരിക്കേണ്ട, ഇറങ്ങി വാ എല്ലാരും കൂടെ. ഇത് പൊതുവേ ഇല്ലാത്തൊരു കളേഴ്സ് ആണ്. അതായത് കോട്ടണിൽ തന്നെ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ടുണ്ട്. സെന്ററിൽ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. ഫുള്ള് ചെറിയൊരു സീക്വൻസും കൂടി ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇട്ട കളർ ഭംഗി. ഇതാണ് സൂര്യകാന്തി. പിന്നെ ഇത് എന്റെ ഡൂപ്പ. പിന്നെ ഇത് ചെക്സിൽ തന്നെ അജറക്ക് വന്നിട്ടുള്ള പാറ്റേൺ ആണ് വിത്ത് ഹാൻഡ് വർക്ക്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് ഞാൻ എടുത്തോട്ടെ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് 178 രൂപ മുതലുള്ള കുർത്തീസ്, നല്ല നല്ല വെറൈറ്റി കുർത്തീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എവിടെയാണ് നമുക്ക് കാണണ്ടേ? ഇതാ CVK ഗാർമെന്റ്സിലാണ് കേട്ടോ. അപ്പൊ CVK ഗാർമെന്റ്സിൽ 178 രൂപ മുതലുള്ള കുർത്തീസും അതിന് കഴിഞ്ഞിട്ടുള്ള കുറെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതും അവരുടെ ഒരു കുർത്തി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു നാലുംകുടിയ ജംഗ്ഷനിലാണ്. നാലുംകുടിയ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് ഗോപാലപ്രഭു റോഡാണ്. അത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നേരെ കാണുന്നത് മൊത്തം ഗോപാലപ്രഭു റോഡാണ് കേട്ടോ. നേരെ കാണുന്നത് ഭയങ്കര ട്രാഫിക്കും ഉണ്ട്. ഇത് മൊത്തം ഗോപാലപ്രഭു റോഡാണ്. പിന്നെ ഈ ഓപ്പോസിറ്റുള്ള റോഡ് എന്ന് പറയുമ്പോൾ TD റോഡാണ്. TD റോഡ് ഫുള്ളായിട്ടും വരെ പോകുന്നുണ്ട്. അപ്പോൾ TD റോഡും ഗോപാലപ്രഭു റോഡ് രണ്ടും കൂടി കൂട്ടി മുട്ടുന്ന നാലുംകുടിയ ജംഗ്ഷനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മേനക വഴിക്ക് വരാണെങ്കിൽ നമുക്ക് പ്രസ് ക്ലബ് റോഡ്, അത് കഴിഞ്ഞാൽ ഗോപാലപ്രഭു റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തും. ഇനി MG റോഡ് വഴിക്കാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നിന്നാണ് വരേണ്ടത്. അപ്പോഴും നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് വഴിക്ക് വന്നാലും നാലുംകുടിയ വഴിക്ക് വന്നാലും നമുക്ക് ഇവിടെ എത്താം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് CVK ഗാർമെൻറ്റ്സ് 178 സ്റ്റാർട്ടിംഗ് റേറ്റ് വരും. ഈ പ്രാവശ്യം നമുക്ക് വേണ്ടി എന്താണ് ഒരുക്കിക്കണതെന്നൊന്ന് ചോദിച്ചു നോക്കാം. പിന്നെ എപ്പോഴും ഈ ചിരി അത് എപ്പോഴും ഉണ്ടാവണം അല്ലേ? ഇനിയും ചിരി പല്ലു കോഴി കഴിക്കണം. ഉറപ്പല്ലേ? സുന്ദരിയാണെന്ന് ഇനി പറയണില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഓക്കെ, വെൽക്കം ടു ദിസ് വീഡിയോ. അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളത്, പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വെൽക്കം ഇതാ ഇങ്ങനെയാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ കുർത്തീസ് നമ്മുടെ ഏത് നേരത്തും പോകാൻ പറ്റുന്നതും വർക്കുള്ളതുമായിട്ടുള്ള എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും കോട്ടൺ മാത്രമേ ഇടുള്ളൂ അല്ലേ? അത് എനിക്ക് അതിനോടാണ് കംഫർട്ട്, അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ കടയിൽ അങ്ങനെയല്ല, എല്ലാത്തരം സാധനങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രാവശ്യം വെറൈറ്റി? ഒരു 178 മുതലുള്ള കുർത്തീസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1000 റേഞ്ചിലേക്ക് വരെയുള്ള കുർത്തീസ് നമ്മൾ ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. എന്നുവെച്ചാൽ സാധാരണക്കാർക്കായാലും ബുട്ടിക്കാർക്കായാലും സ്റ്റൈൽ ഓഫ് ആൾക്കാർക്ക് വന്നാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുർത്തീസ് ആണ് നമ്മൾ ഇപ്പോ ഞാൻ വീഡിയോ. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പൊളിക്കും. നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് നമുക്ക് ഷോർട്ട് ടോപ്സ് ഒക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുർത്തീസിൽ നമുക്ക് ഇപ്പോ ചെറിയ പിള്ളേർക്ക് പറ്റില്ല, അല്ലെങ്കിൽ ജീൻസിന്റെ ഒപ്പം ഇടണം എന്നൊക്കെ പറയുന്ന കംപ്ലൈന്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്ന് തിരുത്താന്ന് വിചാരിച്ചു. ഓക്കെ, സൂപ്പർ. അപ്പൊ നമുക്കൊന്ന് കളക്ഷൻസ് കാണിച്ചു കൊടുത്താലോ? ഫെസ്റ്റിവൽ ഉണ്ട്, അതുപോലെ തന്നെ ഫെസ്റ്റിവൽ അല്ലാത്ത 365 ഡേയ്സ് ഓടുന്ന കളക്ഷൻസ് എല്ലാതും ഉണ്ട്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങാം? ഈ കടയുടെ ലുക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഏരിയ മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പൊ ഓരോരോ സെക്ഷൻ വൈസ് ആണ് വെച്ചിരിക്കുന്നത്. എവിടെ? ആ ശരി, അപ്പൊ നടന്നോട്ടെ. അപ്പൊ ഈ ഒരു സെക്ഷനില് സ്റ്റാർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ ഒരാളെയും കൂടെ നമുക്ക് വിളിക്കാം. കുറച്ചും കൂടി എന്നെക്കാൾ നന്നായിട്ട് പറയാൻ അറിയാവുന്ന ആളെ വിളിക്കണല്ലേ. പക്ഷെ എന്നെക്കാൾ സുന്ദരിയാണെന്ന് പറയായിരിക്കും. അത് നമുക്ക് മാത്രമുള്ള അവകാശം അല്ലേ? ഓക്കെ, അപ്പൊ ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്താണ് വിശേഷം? നല്ല വിശേഷം. എന്ത് വിശേഷം? നമ്മളിങ്ങനെ പോണു സുഖമായിട്ട്. ഓണം ഇവിടെ നിന്നല്ല തകർക്കേണ്ടത്, കളക്ഷൻസ് കാണിക്കേ. ഓക്കെ, ഹാൻഡ് വർക്കില് ആദ്യം തന്നെ ആലിയ കട്ടാണ്. ഹാൻഡ് വർക്കില് ആലിയ കട്ട്, അതില് ഡ്രോ സ്ട്രിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ സൈസസ് എങ്ങനെ വരും ഒന്ന് പറഞ്ഞു കൊടുത്തേ. സൈസ് M2 XXL ആയിരിക്കും വരുന്നത്. M2 XXL സെറ്റില് M2 XXL വരും. നമുക്ക് സെറ്റ് വൈസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സിംഗിൾ ഇല്ല, ഹോൾസെയിൽ ആണ്. ഈ സെറ്റില് നമുക്ക് 4 പീസ് വരും. സെയിം കളർ സെയിം പാറ്റേൺ ആയിരിക്കും. ഒരു സെറ്റില് നമുക്ക് 4 സൈസ് വരും, ഡിഫറെന്റ് സൈസ് ആയിരിക്കും. ഇത് എത്ര പറഞ്ഞാലും എന്തായാലും റീറ്റെയിൽ അതെ, റീറ്റെയിൽ ഇല്ല, ഓൺലി ഹോൾസെയിൽ ആണ് കേട്ടോ. അപ്പൊ ഇതൊരു കളക്ഷൻ
കളക്ഷനാണ് വരുന്നത്. ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ടാവും. കളേഴ്സ് നമുക്കിപ്പോൾ ഇതിന്റെ ഇപ്പോൾ 6 കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെ നമുക്ക് ഏത് ഡിസൈനിന്റെ അതെ നമ്മുടെ കയ്യിൽ കളേഴ്സ് ഒരു 4 കളേഴ്സ് എന്തായാലും ഉണ്ടാവാതിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു കളക്ഷനിലേക്ക് കിടക്കാം. ഫ്ലോറൽ തന്നെ ആലിയാണ്. ആലിയ കട്ടാണ്. അതില് വർക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. വർക്ക് ഇതിലും അതുപോലെ തന്നെ 6 കളേഴ്സ് ഉണ്ടാവും. ഫുൾ പ്രിന്റ് ആണല്ലേ. നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പൊ കളേഴ്സ് ഒക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കളേഴ്സ് കാണണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് CVK ഗാർമെന്റ്സിലേക്ക് എത്തിയാൽ മതി. അപ്പൊ അവിടേക്ക് എത്താൻ പറ്റാത്തവരാണെങ്കിൽ അവർക്കുള്ള ഫെസിലിറ്റി എന്താണ്? നമുക്ക് ഓൺലൈനിൽ വീഡിയോ കോൾസ് നമുക്ക് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് സ്ഥലത്തിൽ നിന്നാണെങ്കിലും നമുക്കൊന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഫോട്ടോ ഇട്ട് തന്നായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വീഡിയോ കോൾ ആയിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തേക്ക് കിടക്കാം. പിന്നെ അടുത്തത് ടെങ്കിയില് ഹാൻഡ് വർക്ക് ആയിട്ടുള്ളത് ആലിയ തന്നെയാണ് കേട്ടോ. ആലിയയിൽ കുറേ വെറൈറ്റി ഉണ്ട്. ഇപ്പോഴും പിന്നെയും ട്രെൻഡായിട്ട് വന്നേക്കണതാണ് ആലിയ. അതുകൊണ്ട് തന്നെ അതിൽ കുറേ വെറൈറ്റി ഇറക്കിയിട്ടുണ്ട്. പല ഫാബ്രിക്കിൽ ഇറക്കിയിട്ടുണ്ട് അല്ലേ. അതിലെ വർക്കുകൾ ഇങ്ങനെ കയറി പോകും ഇഷ്ടം പോലെ. ഇത് ഇത് വെൽവെറ്റ് തന്നെ. വെൽവെറ്റ് ഇടയ്ക്ക് നമുക്ക് ഫുള്ളി മങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വെൽവെറ്റ് നന്നായിട്ട് പിന്നെയും ട്രെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ വെൽവെറ്റിലാണ് ഇത് വന്നേക്കുന്നത്. വെൽവെറ്റിന്റെ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കും. നമുക്ക് ഇതിന്റെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 6 കളേഴ്സ് 7 കളേഴ്സ് 8 കളേഴ്സ് അങ്ങനെ മിനിമം നമുക്കത് ഉണ്ടാവും. കളർ ചേഞ്ച് ആയിട്ട് വരും. ഓക്കെ, ഫുൾ ഹെവി ഹാൻഡ് വർക്കോട് കൂടി. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ പഫ് സ്ലീവ് ആയിട്ട് വരുന്നതാണ്. ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. കോളറിൽ ഹാൻഡ് വർക്ക് ആണ്. അത് സ്ലീവിലും ഇതേപോലെ പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പഫ് സ്ലീവിലാണ് ഇത്. അത്യാവശ്യം ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളത്. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ കളേഴ്സ് ഒക്കെ ഇത് ഭാഗത്ത് ഇരിക്കണേ. അവിടെ ഇവിടെ കളേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാം കാണിക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് തന്നെ സംഭവം കണ്ടോ. ഇത് ഫുൾ ഇങ്ങനെ കെട്ടായിട്ടിരിക്കണ ഒരു കളറിൽ ഒരു പാറ്റേണിൽ ഇത് ഫുള്ള് അത് കണ്ടോ. അപ്പൊ ആൾക്കാർ വരുന്ന ഒരു കച്ചവടക്കാർ വരുന്നത് ഇത് മൊത്തം അങ്ങോട്ട് എടുത്ത് വലിച്ചിട്ട് ബില്ലടിച്ചോ. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഗോഡൌണിൽ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും കുറച്ച് മോഡൽസ് ഇവിടെ വെക്കുള്ളൂ. ആവശ്യം പറഞ്ഞാൽ നമ്മൾ ഗോഡൌണിൽ നിന്നാണെങ്കിൽ എത്ര പീസാണോ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ മാത്രമല്ല ഇവർക്ക് കട എന്ന് പറയുമ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസ് റിംഗ് റോഡിലുണ്ട്. ഇതിൻ്റെ തന്നെ ബ്രാഞ്ച് ആയിട്ട് ഇത് നമ്മുടെ മെയിൻ ഷോപ്പാണ്. ഇപ്പോൾ നമ്മൾ നിന്ന് വർത്താനം പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് റിംഗ് റോഡിലുണ്ട്. അപ്പൊ 2 സ്ഥലത്തും ഉണ്ട്. CVK കഴിഞ്ഞാൽ അവിടെ ഇത് അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ. രണ്ടും ഒന്ന് തന്നെയാണ്. സെയിം റേറ്റ് ആണ്. സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും. അവിടെ ഏരിയയിൽ കുറച്ചും കൂടി നമുക്ക് ഷിഫോൺ ഐറ്റംസ് കാര്യങ്ങൾ കുറച്ചും കൂടി പോണത് കാരണം അവിടെ അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. ഇവിടെ നമുക്ക് കൂടുതൽ മൂവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ടൈപ്പ് കോട്ടൺസ് അങ്ങനത്തെ ആയിരിക്കും കൂടുതൽ. പക്ഷെ 2 സ്ഥലത്തും നമുക്ക് ഈക്വലി കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നാലും നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് ഇങ്ങനെ പുതിയൊരു ഫാബ്രിക് ആണല്ലോ. ഗോൾഡൻ സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത്. വിത്ത് ഹാൻഡ് വർക്ക് ആണ്. അപ്പൊ ആലിയകട്ട് മാറ്റി പിടിച്ചോ. ഒന്ന് വെറൈറ്റിക്ക് നോക്കി. ഓക്കെ, അടുത്തത് ഇതും അതുപോലെ തന്നെ ഷിഫോണിൽ വന്ന ഒരു ഷൈനിങ് മെറ്റീരിയൽ ആണ്. സ്ലീവിൽ ഒരു എലാസ്റ്റിക് ഉണ്ടാവും. വിത്ത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. ഇത് ചെറിയൊരു ലെഹറിയ മോഡലാണ് കേട്ടോ. ഇതിന്റെ ഒരു പാറ്റേൺ തന്നെ. പാറ്റേൺ തന്നെ ശരിക്കും തുണിയോട് കൂടിയിട്ട് ആ ഒരു വർക്ക് അങ്ങനെ തന്നെ ലെഹറിയ വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് ജിമ്മിച്ചൂലാണ്. ഫ്രോക്ക് സ്ലീവിലും ഇത്തിരി ഹെവി ആയിട്ട് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ വീനക്കാണ് വന്നത്. സാധാരണ സ്ലീവിൽ ഇത്ര വർക്ക് കൊടുക്കാറില്ല, വരാറില്ല. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിച്ചു എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ. ഇതൊരു പിള്ളേർക്ക് കിട്ടാൻ നല്ല ഭംഗിയുള്ളൊരു ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോക്ക് ആയിട്ടിട്ട് നല്ല അമ്പർല രീതിയിൽ കിടക്കും. കാണാൻ നല്ല ഭംഗി. പിന്നെ കുറച്ച് നല്ല പാർട്ടി കളക്ഷൻസ് നല്ല രീതിയിൽ ഇടാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്ന നല്ല ജോർജറ്റിന്റെ ഇതും ആലിയ തന്നെയാണ്. ആലിയയിൽ കുറേ ഉണ്ട് അല്ലേ. അതിൽ ഫുൾ കസ്റ്റമേഴ്സ് നമ്മളോട് കൂടുതലും ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് ആലിയയിൽ. എന്ന് വെച്ചാൽ നമുക്കൊരു ഇടയ്ക്ക് ആലിയ നിർത്തിയതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പോയി മോഡൽ പോയി എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും നമുക്ക് കസ്റ്റമേഴ്സിന് എൻക്വയറീസ് ഉണ്ട്. ആലിയ നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് നമ്മൾ അവൈലബിൾ ആക്കാൻ ശ്രമിക്കും. അത് ഇനിയിപ്പോൾ ഈ കാണിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് 500-1000 പീസ് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഇനി പിന്നെ ഇത് വിചിത്രയിലാണ്. ഇത്തിരി ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നതാണ്. 3/4 സ്ലീവ് ആണ്. 3/4 സ്ലീവ് ആണ്. വിചിത്രയില് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇട്ട് വരുമ്പോഴാട്ടോ ആ ഒരു ഷേപ്പിൽ കിടക്കുള്ളൂ. ഇതിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് കയറിയിട്ടുണ്ട്. കളേഴ്സ് ഒക്കെ ഇങ്ങനെ ഷേപ്പിൽ പിടിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ വർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കാണുന്നേക്കാൾ അത് കുറച്ചും കൂടി ഭംഗി ഡെമ്മിയിലോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കാണിക്കുമ്പോൾ അത് പ്രത്യേക ഭംഗിയാണ്. ഇപ്പം ഞാനിതിപ്പോൾ ഇന്നലെ ഇത് ഞാൻ ഇവിടുന്ന് ഇട്ടതാണ് കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ടതാണ്. അപ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് അല്ല കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഇത് എന്തിട്ടത് അങ്ങനെ ഒരു തോന്നി. പക്ഷെ ഇട്ട് വന്നപ്പോൾ ഒരു ഭംഗി വേറെ തന്നെ. അത് കളറിനും ഉണ്ട്. കാരണം ലാവൻഡർ കളർ പ്രത്യേകം മുഖത്തേക്ക് ഇതിന്റെ ഒരു 4 കളേഴ്സ് ഉണ്ട് നമ്മുടെ 4 കളേഴ്സ് ഉണ്ട്. അപ്പൊ എന്തായാലും തുണി അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ വർക്ക് സിമ്പിളാണ് കാണുമ്പോൾ, പക്ഷെ നല്ല ലുക്കായിട്ടുണ്ട്. അത് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പൊക്കി പറയുമ്പോഴേ അവിടെ കുറെ പെണ്ണുങ്ങൾ സുന്ദരി ഗ്ലാസ് കൊണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. തിരിക്കില്ല ക്യാമറ വേണ്ട. അടുത്തേക്ക് പോവാ നമുക്ക്. അടുത്ത കളക്ഷൻ നോക്കാം. കലങ്കാരിയിൽ വന്നിട്ട് സ്ലബ് യോക്ക് കൊടുത്തിട്ട് മിറർ വർക്കാണ് ഫുള്ള്.
ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നിറച്ച് മിറർ വർക്ക്സാണ് വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ. നമുക്ക് രാവിലെയൊക്കെ ഉച്ചയ്ക്കൊക്കെ നേരത്തെ നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിളക്കം ഫീൽ ചെയ്യും ഇതിന്റെ ഇട്ടിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു വർക്ക് അല്ലേ ഫുൾ. അത് ബാക്കിലും ആ ഒരു പ്രിന്റ് ഫുൾ കയറി പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ടൈ ഉണ്ട്, ഷേപ്പിൽ ചെയ്യാൻ വേണ്ടി ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല. ടൈ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷേപ്പിൽ ഒതുങ്ങിയിരിക്കും. ഓക്കെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർ ഫ്രണ്ടിൽ മാത്രമേ ഈ പ്രിന്റ് കൊടുക്കാറുള്ളൂ, ബാക്കിൽ പ്ലെയിൻ ആയിട്ട് വിടാറ്. പക്ഷേ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലത്തെ തുണി വെച്ചുകൊണ്ട് അത്രയും വർക്ക് കയറിയിട്ടുണ്ട്. അടുത്ത വർക്ക് നോക്കിയാലോ? അടുത്ത വർക്ക് പിന്നെ ഇത് സ്ലബിലാണ് അജറക്കിന്റെ യോക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്കാണ് വന്നത്. മിററും ബീഡ്സും കൂടി വന്നതാണ്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോമൺലി യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ഇത് ഓഫീസ് വെയറും പറ്റും, അതായത് വർക്ക് ഉള്ളതുകൊണ്ട് കാഷ്വൽ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ബ്ലാക്കിൽ കുറെ ഇങ്ങനെ പാച്ച് വർക്ക് തന്നെ ഒരു 10 കളേഴ്സ് ഉണ്ട്. നമുക്ക് പാച്ച് കളേഴ്സ് മാത്രമായിട്ട് ചേഞ്ച് നമുക്ക് ഇതിന്റെ ഫുൾ ഇപ്പൊ ഇവിടുത്തെ കളറും മാറി ചെയ്യാൻ നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതിന്റെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പൊ വീഡിയോ കോൾ വഴിക്കാലും നല്ല നല്ല കളക്ഷൻസ് കാണാം. വീഡിയോ കോളിൽ നമുക്ക് അത്യാവശ്യം കളക്ഷൻസ് കാരണം നമുക്ക് അത്യാവശ്യം പേരുണ്ട്. ഇപ്പൊ കുറെ പേർക്ക് വരാൻ പറ്റാത്തവരുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം ട്രാഫിക് ഒക്കെ അല്ലേ, ആൾക്കാർക്ക് വരാൻ ഭയങ്കര മടിയാണ് കടയിലേക്ക്. കൂടുതലും വീഡിയോ കോൾസ് ആണ് നമുക്ക് കൂടുതലും അവർക്കും ആക്സസിബിൾ, നമുക്കും സുഖം അത് തന്നെയാണെന്ന് വെച്ചാൽ വീഡിയോ കോളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കളക്ഷൻസ് അറ്റ് ടൈം തന്നെ കാണിക്കാൻ പറ്റും. നേരം നമുക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ പറയണത് ഓണം വരാൻ പോണ ഫെസ്റ്റിവൽസ് ആണ്, വീട്ടിലിരിക്കേണ്ട ഇറങ്ങി വാ എല്ലാരും കൂടെ. ശരിക്കും കടയിൽ വന്നാലാണ് നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധി ഉണ്ടല്ലോ, നമുക്ക് ഫോണിൽ കൂടെ കാണിക്കുന്നത്. പക്ഷെ കൺവീനിയന്റ് ഓരോരുത്തർക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തിനായാലും ഞങ്ങള് റെഡി അല്ലേ? കസ്റ്റമേഴ്സ് റെഡി ആണെങ്കിൽ നമ്മൾ റെഡി. ഓക്കെ. അടുത്തത് എ ലൈനിൽ വന്ന ഒരു അത് സ്ലീവിലും ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടന്റെ ഡീറ്റെയിലിംഗ് വർക്കാണ് വരുന്നത്. ഫുൾ സെൽഫായിട്ട് തന്നെ യോക്ക് വെച്ചേക്കണ മോഡലാണ് വരുന്നത്. ഇതിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഡെയിലി വെയറിനൊക്കെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ഇനി ഇതിപ്പോ ഹാൻഡ് വർക്ക് വേണ്ട, ഡെയിലി വെയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് വേണം. അതുപോലെ തന്നെ സെൽഫ് നേവി ബ്ലൂയിലുള്ളതാണ് ഇത്. നേവി ബ്ലൂ അത്യാവശ്യം നന്നായിട്ട് പോകുന്ന ഒരു കളറാണ്. നമുക്ക് ബ്ലാക്ക് പോലെ തന്നെ ഇൻഡിഗോ കളേഴ്സ് അത്യാവശ്യം നന്നായിട്ട് പോകുന്ന ഒരു കളറാണ്. ഇത് വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു മിറർ വർക്ക് മാത്രം കൊടുത്തിട്ടുള്ള കുർത്തിയാണ്. അടിപൊളി. പിന്നെ ഇതൊക്കെ നമ്മൾ കാണിക്കണ്ടേ? ചേച്ചി ഇട്ടിക്കണം. ചേച്ചി എന്നല്ല പേരും ഞാൻ മറന്നു. ജാൻസി കുട്ടി, ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ഒന്ന് പറയോ? ഇത്രയും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് എല്ലാവരും നോട്ടപ്പ് അതിലായിരിക്കും. ഇതുണ്ടല്ല സെയിം തന്നെ വന്നാൽ നമ്മൾ അതും കൊടുക്കും. ഇവിടത്തെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഫുള്ള് ഞങ്ങളുടെ കടയിലെ സാധനങ്ങൾ തന്നെ ഇടാറുള്ളൂ. ഞങ്ങൾ പുറമേത്തെ ഒരു ഐറ്റംസ് ഇടാറില്ല. അപ്പൊ ഞാൻ ഈ കടയിലാണ് നിൽക്കണത്. ഞങ്ങൾ 3 ആളും ഇവിടത്തെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓരോന്നിനും യൂണിറ്റ് ഉള്ള കുഴപ്പമില്ലല്ലോ, ഇഷ്ടമുള്ള മോഡൽ കസ്റ്റമറും കൊടുക്കാം, നമുക്കും ഇടാലോ. പിന്നെ ഒക്കെയും വ്യത്യാസമുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇട്ടിരിക്കുന്ന വെച്ചാൽ ഒരു ജോർജറ്റിലെ ഒരു ചെറിയ ബൂട്ട വർക്ക് ടൈപ്പ് ആയിട്ട് അതിൽ ആലിയ കട്ട് മോഡലായിട്ട് വരുന്നത്. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള രീതിയിലാണ്. ഒരു പാർട്ടി വെയറിലൊക്കെ പെടുത്താം. ഇതാകുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് വെയർസിനും കാഷ്വൽ ആയിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ മെറ്റീരിയൽ. ഇത് ഒന്നാമത്തെ കാര്യം ഹാൻഡ്ലൂം കോട്ടൺ ആണ്. അതായത് കോട്ടണിൽ തന്നെ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പൊതുവേ ഹാൻഡ്ലൂം കോട്ടൺസ് ചിലവർക്ക് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതുണ്ട്. പക്ഷെ ഇതിനൊരു റഫ്നെസ് ഉണ്ട്. പക്ഷെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് ഇത്. ഒരു ഭയങ്കര ഒരു മനസ്സിൽ വിചാരിച്ചില്ല, ഞാൻ എന്നെ തന്നെ നോക്കിയതല്ല ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഭയങ്കര കംഫർട്ടാണ് ഇടാന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് അടിച്ചിട്ടുള്ള മോഡലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ മെറ്റീരിയൽ പിന്നെ എടുത്തിട്ട് അടിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടി ഈ മെറ്റീരിയൽ ഇല്ല. കാരണം ഇത് വാഷ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്. ചുരുങ്ങില്ല, അതായത് ഇത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചുരുങ്ങില്ല. പിന്നെ വിത്ത് ലൈനിങ് ആണ്. അതുപോലെ ഇതൊക്കെ വീവിംഗ് ആണ് വരുന്നത്. ഒക്കെ പക്ക ക്വാളിറ്റിയോട് കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹാൻഡ്ലൂം കോട്ടൺ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് സ്വതവേ എല്ലാവർക്കും അറിയാം. ഹാൻഡ്ലൂം എന്നൊക്കെ പറയുമ്പോൾ പക്ക ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. എന്തായാലും നമ്മളൊക്കെ പറയണില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും പുറത്തു പോയല്ലേ, കുഴപ്പമില്ല. മുതലാളി മാഡം നല്ല ഇതിൽ. ഓക്കെ. അടുത്തത് ഇത് കോട്ടണിൽ തന്നെ ഓവർകോട്ട് മോഡൽ വരുന്നതാണ്. ഇത് നേരത്തെ മുതലുണ്ട്, പക്ഷെ നമ്മ നിർത്തി വെച്ചേക്കണായിരുന്നു. പക്ഷെ കസ്റ്റമർ പിന്നെയും കോട്ട് പോലെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുങ്ങിയിരിക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഇത് മീൻസ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോട്ടാണെന്ന് തോന്നും, പക്ഷെ കുർത്തിയാണ്. അങ്ങനെ നമുക്ക് ഇതിലും ഇഷ്ടംപോലെ വെറൈറ്റി കളേഴ്സ്. പിന്നെ ഇപ്പൊ ഈ കാണുന്നതൊന്നുമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ ഫുൾ കളക്ഷൻസ് ആയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വെറൈറ്റീസ് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇതൊക്കെ ഏത് സെക്ഷനാണ് വരുന്നത്?
ഇതൊക്കെ നമുക്ക് 298 റേഞ്ചിൽ വരുന്നതാണ്. അതായത് ഫുള്ള് ഈ സൈഡിലിരിക്കുന്ന ഫുള്ള് നമുക്ക് 298 നമ്മൾ കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോരോ വെറൈറ്റീസ് എന്ന് വെച്ചാൽ ഹാൻഡ് വർക്ക് ഇല്ലാത്ത ആ ഒരു നമുക്ക് ഏത് നേരത്തും പോകുന്ന രീതിയിലാണ്. അതിലുള്ള ഫ്രോക്ക് ഉണ്ട്, കാഷ്വൽ കുർത്തീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സാധാരണക്കാരും ഉണ്ടല്ലോ, അവർക്കും കൂടി സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതി. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വലിയ വലിയ കസ്റ്റമേഴ്സ് വരുന്നതോട് കൂടെ തന്നെ നമുക്ക് വളരെ ഇപ്പോൾ ചെറുതായിട്ട് ഓൺലൈനിൽ തുടങ്ങിയവരുണ്ട്. അതായത് അവർക്ക് വേണ്ടി വരെ ചിലപ്പോൾ ഒരു 3 സെറ്റ് 4 സെറ്റ് ആയിരിക്കും. അപ്പോൾ ആ റേറ്റിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഓൺലൈനിൽ മാത്രമായിട്ട്. അപ്പോൾ അവർക്ക് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റണം. ആ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചാണെങ്കിലും വലിയവർക്കാണെങ്കിലും 2 രീതിക്കുള്ള റേഞ്ചിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. കയറി വരുമ്പോൾ ആർക്കും എന്താ പറയുക ചെറുതും വലുതുള്ള പ്രൈസ് അല്ല, എല്ലാവരും രീതിയിലുള്ള പ്രൈസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് ചെറിയൊരു ഡൗട്ടുള്ള കാര്യമാണ്. നമ്മൾ ചില കടകളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന റേറ്റിന് എടുക്കണം, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, ലൈക്ക് ഇത്രയും ഒരു 20,000 എടുക്കണം, 30,000 എടുക്കണം, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മുടെ കടയിൽ അതില്ല. നമുക്ക് എടുക്കുകയാണെങ്കിൽ സെറ്റായിട്ട് എടുക്കണം എന്ന് മാത്രം. അതായത് ഒരു സെറ്റിൽ 4 പീസ് വരും, അങ്ങനെ തന്നെ എടുക്കണം എന്ന് മാത്രം. ഈ 4 പീസ് എന്ന് പറയുന്നത് സൈസ് വരുന്നത് എം, ലാർജ്, XL, XXL. എമ്മിന്ന് സ്റ്റാർട്ട് ചെയ്യണതാണെങ്കിൽ XXL വരെ, എല്ലിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സൈസ് ഉണ്ട്, അത് നമുക്ക് XXL വരെ ഉണ്ടാവും. അപ്പോൾ അത് കുറേ പേർക്ക് സെറ്റ് ടു സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ അത് പുതിയ സ്റ്റാർട്ടപ്പുകാർക്കാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ കച്ചവടക്കാർക്കാണെങ്കിൽ അറിയാം, മനസ്സിലാവും. പക്ഷെ അല്ലാത്തവർക്ക് ഈ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെയിം, അതായത് ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന സാധനം സെയിം കളറ്, സെയിം സൈസ്, സെയിം പാറ്റേൺ ആയിരിക്കും, പക്ഷെ 4 ഡിഫറെൻറ്റ് സൈസിലായിരിക്കും വരിക. അതാണ് നമ്മുടെ ഇതുണ്ടാവുന്നത്. ഇതുപോലെ ഒരു മീഡിയം, ലാർജ്, XL, XXL ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ സെയിം മോഡൽ സെയിം പാറ്റേൺ എല്ലാം ഒന്നായിരിക്കും, പക്ഷെ സൈസിന് മാത്രം ഡിഫറെന്റ് ഉണ്ട്. ഇത് അങ്ങനെ തന്നെ എടുക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. പ്ലസ് സൈസും ഉണ്ട് കേട്ടോ, പ്ലസ് സൈസ് സെപ്പറേറ്റ് ഉണ്ട്. അതിനും കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. 3XL, 4XL, 5XL അങ്ങനെയാണ് ആ സെറ്റ് വരുന്നത്. പ്ലസ് സൈസിന്റെ സെറ്റുകൾ വരുന്നത്. മണ്ണുള്ള ആൾക്കാരെ നമ്മൾ തള്ളിക്കളയില്ല, അവർക്കും വെറൈറ്റി ഹാൻഡ് വർക്ക് എല്ലാം ഉണ്ട്, അവർക്കും പറ്റും. തയ്ക്കണ്ട, നമ്മുടെ കടയിൽ വന്ന റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടോ. ഇത് കോട്ടണിൽ ആലിയ വന്നേക്കണേണ്. യോക്ക് വന്നിട്ട് ഹക്കോബയാണ് വന്നേക്കണത്. ഫുള്ള് ഈ കോട്ടൺ തന്നെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ എവർ ഗ്രീൻ കളർ അല്ലേ? എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന കളർ. അവിടെ നോക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഇതും അതുപോലെ തന്നെ വി ആയിട്ട് യോക്ക് വന്നിട്ട് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക്. ഇപ്പൊ ഇങ്ങനെ വീനൊക്കെ കുറച്ച് ട്രെൻഡ്, അതിൽ തന്നെ കുറച്ച് നന്നായിട്ട് മാറ്റം കൂടുതലും വീനൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബോക്സ് വെക്കുമ്പോൾ അതിൽ എല്ലാം എല്ലാവർക്കും മാറ്റം വേണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വി, യു എല്ലാം ഉണ്ട് നമ്മുടെ. പിന്നെ ഇങ്ങനത്തെ കോളറിനൊക്കെ ഉണ്ട്. അതെ, ഈ കോളറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അറ്റാച്ച്ഡ്, അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നോളും, എന്ന് വെച്ചാൽ ഇങ്ങനെ പറന്നു പോകത്തില്ല, ഇത് അറ്റാച്ച്ഡ് ആയിട്ട് വന്നത് ഒതുങ്ങി നിന്നോളും. പിന്നെ അയൺ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ നിന്നോളും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ടുണ്ട്. ഹാഫ് ആൻഡ് ഹാഫ്, അതും ഫുൾ വീവിംഗ് ആണ് കേട്ടോ കാണുന്നത്. ഇടയിലത്തെ ചൈനീസ് കോളർ നെക്കും വെറൈറ്റി. പിന്നെ ഡിജിറ്റൽ പ്രിന്റ് വന്നതാണിത്. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് മൂവിങ് ഉള്ളതാണ് ഈ ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയുന്നത്. ഭയങ്കര കസ്റ്റമേഴ്സിന് ഭയങ്കര താല്പര്യം. കാരണം വെച്ചാൽ ഒരു വർക്ക് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ അതിനെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതിന്റെയൊക്കെ ഒരു 6-7 കളേഴ്സ് വരും. പിന്നെ ഇത് കലങ്കാരിയിൽ വരുന്നത് സിമ്പിൾ ആയിട്ട്, വർക്കൊന്നും ഇല്ല. ചിലവർക്ക് വർക്കൊന്നും ഇല്ലാണ്ട് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ചെറിയ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു എ ലൈൻ ടൈപ്പ് ആണ് കേട്ടോ അത് വരുന്നത്. ആ പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ കറക്റ്റ് പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു കറക്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡീറ്റെയിലിംഗ്. അത് നോക്കുകയാണെങ്കിൽ അടുത്തത് കോട്ടൺ തന്നെ വന്നതാണ്, ഫ്ലവർ ഒക്കെ ആയിട്ട് വന്നതാണ്. ഇതും ബോക്സ് പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത്, വീനക്കാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബോക്സ് സെപ്പറേറ്റ് വെക്കാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ തന്നെ പ്ലെയിൻ ആയിട്ട് സെൽഫായിട്ട് പൈപ്പിംഗ് കൊടുത്ത് ചെയ്തിട്ടുള്ളത്. ഒരു പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തപ്പോൾ നല്ല അത് ഭയങ്കരമായിട്ട് ഒന്ന് എടുത്ത് നിൽക്കുന്ന പോലെ. അതെ അതെ, അപ്പൊ വേറെ പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വേണ്ട, ആവശ്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സിമ്പിൾ ആണ്. ഇടുമ്പോൾ ഒരു ഭംഗി വേറെ തന്നെയല്ലേ. ഇത് ഷേഡ് കോളർ വന്നിട്ട് ജെന്റിൽമാൻ ആണ് മെറ്റീരിയൽ വരുന്നത്. എ ലൈൻ ആണ് പാറ്റേൺ വരുന്നത്. കോളറിനൊക്കെ ബട്ടൺ ആയിട്ട് വരും. സ്ലീവിലും അതുപോലെ തന്നെ ബട്ടൺ ആഡ് ചെയ്ത് ബട്ടന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന മോഡൽസ് ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്കും വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾക്ക് നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. നമ്മളൊരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു റീറ്റെയിൽ കടയിൽ പോവുകയാണെങ്കിൽ നമുക്കും ഉണ്ടാവില്ല കോൺസെപ്റ്റ്. അതിനുള്ള എല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ തന്നെ ഡിസൈനർ, നമ്മൾ തന്നെ എല്ലാം തീരുമാനിക്കുന്നത്. ബാക്കി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും. നമുക്ക് നമ്മൾ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് പറയാറുണ്ട് ഇങ്ങനത്തെ മോഡൽ നല്ല ഇപ്പോൾ ട്രെൻഡിങ് ആണ്, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് 1 സൈഡ് സ്ലബ് ആണ് മെറ്റീരിയൽ വരുന്നത്. 1 സൈഡ് അജറക്കും വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഹാഫ് ആൻഡ് ഹാഫ് പൊസിഷനിൽ അല്ലേ, സ്ലിറ്റ് മോഡലാണ് കേട്ടോ വരുന്നത്. ഡെയിലി വെയറിന് പറ്റിയ. പിന്നെ വരുന്ന മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ കളർ തന്നെ
ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇപ്പൊ ഈ നേരത്തെ നമ്മൾ ഈ പിടിച്ചില്ലേ, ഇതിന്റെ ബൾക്കായിട്ട് ഇരിക്കുന്ന കളേഴ്സ്. ഇത് ജസ്റ്റ് ഓരോരോ കെട്ട് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. നമുക്ക് കടയിൽ എന്ന് വെച്ചാൽ ഇത്രയും വെറൈറ്റീസ് ആണ്, ഫുൾ സ്റ്റോക്ക് വെക്കാനുള്ള സ്ഥലം നമുക്ക് ഇല്ലാത്ത കാരണം നമ്മൾ ഇതിന്റെയൊക്കെ ഇതിപ്പോ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോഡൌണിൽ പോയി ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് വരാനേ ഉള്ളൂ, അധികം നേരം ഒന്നും വേണ്ട. അത് തന്നെ ഹാൻഡ് വർക്ക് വന്നതുകൊണ്ട് ഹാൻഡ് വർക്കിൽ വർക്ക് വേണം, വർക്ക് വേണ്ടാത്തവർക്ക് ആ മോഡൽ കൊടുക്കാം, വർക്ക് വേണ്ടവർക്ക് ഇതും കൊടുക്കാൻ പറ്റണം ടൈപ്പ്. പിന്നെ വരുന്ന മോഡൽ സൈഡ് ഒരു സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നത്. ഇത് പ്രിൻസ് കട്ട് സാധാരണ ഇവിടെ സൈഡിൽ നിന്നാണ്, ഹിപ്പിന്റെ പോർഷനിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതാകുമ്പോ നമ്മൾ സാധാരണ പ്രിൻസസ് കട്ട് ഇവിടെ നിന്നാണ് വരുമ്പോ ഇവിടുത്തെ ഷേപ്പ് ആയിരിക്കും നിൽക്കുക. ഇനി ഇത് ഹിപ്പും കൂടി ഷേപ്പിൽ ഇവിടെ നിന്ന് കാണിക്കും, നമുക്ക് അത് ഇടുമ്പോൾ കാണുന്ന ഫുൾ ബട്ടണും ആയിട്ടാണ് വന്നത്. ഇതൊരു ഡിഫറെന്റ് പാറ്റേൺ ആയിട്ടുണ്ട് കേട്ടോ, നല്ല വെറൈറ്റി പാറ്റേൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ വീനക്കാണ് വന്നത്. ഫുൾ ഇതൊക്കെ ത്രെഡാണ് കേട്ടോ വന്നത്, ത്രെഡ് വർക്കാണ്. ഒരു ഗോൾഡൻ നമുക്ക് ഏത് നേരത്തെ കാഷ്വൽ ഇതാണ്, നമുക്ക് അത്രയും നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന കുർത്തീസ് അതൊക്കെ. അത് വീവിംഗ് ആണ് അല്ലേ, ഇത് വരുന്നത് ഫുൾ വീവിംഗിലാണ് കേട്ടോ, അതും വിത്ത് ലൈനിങ് എടുക്കും. ലൈനിങ് ആണ് നമ്മുടെ എല്ലാത്തിനും വിത്ത് ലൈനിങ് ഉള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈനിങ് ഇല്ലാത്തതും ഉണ്ട്. ചിലവർക്ക് വന്നു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് ലൈനിങ് ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഇരുന്നവർക്ക് ലൈനിങ് അത്ര കട്ടിയില്ലാത്തത് വേണമെന്ന് നമുക്ക് അങ്ങനത്തെ ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ ലൈനിങ് ഇല്ലാണ്ടാണ് വന്നത്. ചില കസ്റ്റമേഴ്സിന് ലൈനിങ് ഇല്ലാത്തത് ഇതിന്റെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും മെറ്റീരിയൽ നല്ല കട്ടിയുള്ളതാണ്. അപ്പൊ ഈ കസ്റ്റമേഴ്സിന് ഈ കട്ടിയുടെ കൂടെ തന്നെ ലൈനിങ് ഇടുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. ഇതിന്റെ തന്നെ ലൈനിങ് ഓഫീസ് വെയർ എന്നൊക്കെ പറയുമ്പോൾ 12 മണിക്കൂർ എന്തായാലും ഇടണല്ലോ. ഇതും ലൈനിങ് ഇല്ലാത്തതാണ്, കോട്ടണിലാണ് വന്നത്. ലൈറ്റ് വെയിറ്റ് കോട്ടൺ ആണ് കേട്ടോ. ഇതാ പറഞ്ഞത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇടാം, ഏത് നേരത്തോടെങ്കിലും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് ഇട്ട് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ കാണുന്നത്. ഇത് റിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ. ചെറിയൊരു സീക്വൻസ് വന്നിട്ടുള്ള യോക്കാണ്. സീക്വൻസും അതുപോലെ നടുക്കിൽ ഫ്ലീറ്റ് വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ് ആണ് ഈ ഇട്ടേക്കുന്നത്. അത് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തടിയുള്ളവർക്കാണെങ്കിൽ അത് ഒതുങ്ങിയിരിക്കും, നല്ല രീതിക്ക് ഇട്ട. പിന്നെ ഈ മെറ്റീരിയൽ അങ്ങനത്തെ റിങ്കിൾ റയോണ് ഭയങ്കരമായിട്ട് ദേഹത്തൊട്ടിരിക്കുന്ന ഒരു ഇതാണ്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടും. അതൊന്ന് കാണിച്ചു കൊടുത്ത അടിപൊളി ഒരു കളറല്ല. ഇതിന്റെ ഇഷ്ടംപോലെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ എന്നൊന്നും പറയാനില്ല, കിട്ടുന്നിടത്തുനിന്ന് ഞങ്ങൾ ഓരോന്ന് ഇങ്ങനെ പറക്കിയെടുത്ത് എടുത്ത് കാണിക്കണത്. അടുത്ത നോക്കുകയാണെങ്കിൽ ഇത് റയോൺ ആണ് മെറ്റീരിയൽ, ഫോയിൽ പ്രിന്റ് ആണ് വന്നത്. യോക്ക് ഇതുപോലെ തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. മിറർ വർക്ക് ഉണ്ട് നന്നായിട്ട്, മിറർ വർക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട്. പാർട്ടി വെയർ ഒരു അനാർക്കലി സ്റ്റൈലിലാണ് കേട്ടോ ഇത് വരുന്നത്, അനാർക്കലി സ്റ്റൈലില്. പിന്നെ വരുന്നതും അടുത്തത് ഇതും ഷേഡ് കോളറിൽ വൺ സൈഡ് അജ്രക്കാണ്. പിന്നെ സ്ലബ് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. ഷർട്ട് മോഡലായിട്ടുള്ളത് കുറെ മോഡൽ ഇപ്പൊ പിന്നെയും ട്രെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തത്. നമുക്ക് കസ്റ്റമേഴ്സ് ഈ പറഞ്ഞ പോലെ നമുക്കും ഐഡിയാസ് തരാറുണ്ട് ചിലത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു മോഡൽ തന്നെ അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും അത് ഇല്ല. നമുക്കിവിടെ സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർ പറയും, അതായത് ഇന്ന മോഡൽ ട്രൈ ചെയ്തോക്ക്, അടുത്ത മോഡൽ. അവർ ഓരോന്ന് ഫോട്ടോയിലൊക്കെ ചിലവർ കടയിൽ വരുന്നത് നമുക്ക് ഫോട്ടോ കാണിച്ചോണ്ടാ ഇങ്ങനത്തെ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ അവർ സങ്കടപ്പെടുത്താൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ നമുക്ക് റോഡിൻ്റെ പേരുകൾ ഇങ്ങോട്ട് നീക്കും, അതൊക്കെ മൊത്തം അല്ലെങ്കിൽ മൊത്തം ഇങ്ങോട്ട് വീഴും. അപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ നമുക്കറിയാം, എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ ശരിക്കും എല്ലാവരും മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് കടകൾ കയറിയിട്ട് പിന്നെ ഈ കട കാണാണ്ട് പോകും. അങ്ങനെ ഒരു ഞങ്ങൾ അവിടെ ഒരു കട ഇട്ടേക്കുന്നത്, അതാണ് നമ്മുടെ ബ്രാഞ്ച്. പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിലുള്ള നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവിടെ നിന്നാണ് നമുക്ക് കസ്റ്റമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്ക് CVK ഗവൺമെൻറ്റ്സിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നീങ്ങിയിട്ടാണ് നമുക്ക് ഈ ഷോപ്പ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാണ്ട് TD റോഡ് കൂടെ വരികയാണെങ്കിൽ ഒട്ടും ട്രാഫിക് ഇല്ലാണ്ട് വരാൻ പറ്റുന്ന റോഡാണ് നമ്മുടെ TD. ഇങ്ങനെ കൈകൊണ്ട് പറഞ്ഞ റോഡാവില്ല, നമുക്ക് പുറത്ത് നിന്നിട്ട് റോഡ് കാണിച്ചു കൊടുക്കാം. അങ്ങനെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളം കുടിച്ചിട്ട് നിൽക്കുക, 2 ചായ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയല്ലേ, എന്തായാലും ഇതൊന്ന് ഇവിടെ സെറ്റ് ചെയ്യാം, നമുക്ക് പോവാം. എൻ്റെ മുന്നിലാണ് CVK ഗാർമെന്റ്സ്. അപ്പൊ ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് എങ്ങനെ വരണം? ഇപ്പൊ ഇതാണ് നാലുംകൂടിയ ജംഗ്ഷൻ. അതെ, ഇതാണ് നാലുംകൂടിയുള്ള ജംഗ്ഷൻ, TD റോഡ്. നമുക്കിപ്പോ ഈ കാണുന്ന സ്ട്രെയിറ്റ് TD റോഡാണ്. ഓക്കെ, മുന്നിൽ കാണുന്ന മൊത്തം ആ അറ്റം തൊട്ട് ഈ കാണുന്നത് ഫുൾ അങ്ങോട്ട് പോണത് നമുക്ക് TD റോഡാണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാനർജി റോഡിൽ നിന്ന് കയറുന്ന സ്ഥലമാണ് ഈ TD റോഡിലേക്ക്. ബാനർജി റോഡിൽ നിന്ന് നമുക്ക് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും വരുന്നവർക്കാണെങ്കിലും സ്റ്റാർട്ടിംഗ് വരുന്നത് അവിടെ നിന്നാണ്, TD റോഡിലേക്ക്. അപ്പൊ അവിടെ നിന്നാണ് ബാനർജി എന്ന് പറയുന്നത്, അവിടുന്ന് TD റോഡ് വഴി കയറുമ്പോഴാണ് നമുക്ക് ഈ ജംഗ്ഷനിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഈ റോഡ് എന്ന് പറയുന്നത് MG റോഡാണ്.
ഓക്കെ MG റോഡ് വരുന്ന വഴിയാണിത്. MG റോഡ് മെയിൻ റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഗോപാലപ്രഭു റോഡ് തന്നെയാണ് ഇതിനെയും പറയുന്നത്. ആ റോഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ ജംഗ്ഷനിലേക്ക് എത്തുന്നത് നമ്മുടെ കടയിലേക്ക് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ മേനക സൈഡ് ബസ് സ്റ്റോപ്പ് അവിടെ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നേരെ കാണുന്ന സ്ഥലം അതും ഈ പറഞ്ഞ പോലെ ഗോപാലപ്രഭു റോഡ് എന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് വരികയാണെങ്കിൽ മേനക ഇറങ്ങി കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് അവിടെ നിന്നാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിൽ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് കളക്ഷൻസ് എടുക്കാം. ബാക്കി കളക്ഷൻസ് ഇവിടെ വന്നിട്ട് എടുക്കാം. അപ്പൊ അവിടെ പോസ്റ്റ് ഓഫീസ് റോഡ് വഴി കയറിയിട്ട് പിന്നെ ഗോപാലപ്രഭു റോഡ് ആ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ കട വരുന്നത്. ഇനി ഇപ്പുറത്താണെങ്കിലോ ഇതാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ TD റോഡ് തന്നെയാണ് നമ്മൾ ഈ റോഡിനെ പറയുന്നത്. ഈ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് കല്യാൺ സിൽക്ക് ആ ഭാഗത്തേക്ക് ആണ് അങ്ങോട്ട് വരുന്നത്. ഈ സൈഡ് അല്ലേ ഫുൾ വരുന്നത്. അപ്പൊ ഈ സൈഡ് ആണെങ്കിൽ അത്ര ഹോൾസെയിൽ കടകൾ അങ്ങോട്ടേക്ക് ഇല്ല. പിന്നെ അവിടെ നിന്ന് റൈറ്റ് എടുത്താലൊക്കെ ഉണ്ട്. നമുക്ക് കോൺവെന്റ് ജംഗ്ഷനിലൊക്കെ വരുന്നത് അങ്ങോട്ടേക്കാണ് ആ വഴി വരുന്നത്. പക്ഷെ അപ്പൊ 4 കൂടി ജംഗ്ഷനിൽ വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ വിശാലമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കാണ്. കാറിലൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ TD റോഡിൽ കൂടെ MG റോഡിൽ കൂടെ വരികയായിരിക്കും അവർക്ക് സുഖം. പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഇനി ഇവിടെ ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പാർക്കിംഗ് സൗകര്യം ഞങ്ങൾ പാർക്കിംഗ് സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇനിയും വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ എന്തൊക്കെയാ നോക്കിയാൽ പിന്നെ കുറെ ഓണത്തിന്റെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഓണത്തിന്റെ സാധനങ്ങൾ കാണണം. എന്തായാലും അത് വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തൊക്കെ വെറൈറ്റീസ് ഒന്ന് കയറി നോക്കിയാലോ വീണ്ടും ഇനിയും കളക്ഷൻസ് കാണിക്കാം. ഇതൊക്കെ ഓണത്തിനല്ലേ, ഇതൊക്കെ കാണണം. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോരോ പീസ് നമുക്ക് തുറന്ന് നിവർത്തി കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആളങ്ങോട്ട് പോയി അപ്പളേക്കും ബിസി ആയി പോയാ, ചെറുതായിട്ടൊരു ബിസി ആയി. അപ്പൊ ഈ സംഭവം ഇങ്ങോട്ട് വെച്ചു കൊടുക്കട്ടെ. ഇത് ഇങ്ങോട്ട് ഇരിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നില്ല. അപ്പൊ ഇങ്ങോട്ട് നിൽക്കാം. ഓക്കെ ഇനി അടുത്തത് നമുക്ക് ജോർജറ്റിൽ തന്നെ കലങ്കാരി ബോർഡർ അതുപോലെ സ്ലീവും കലങ്കാരി പ്രിന്റ് ആണ് വന്നത്. ഇതൊരു ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ പറഞ്ഞ പോലെ തന്നെ കലങ്കാരി സ്ലീവ് വരുന്നത്. അതായത് നമുക്ക് ഷിഫോണിൽ നമ്മൾ പ്രിന്റ് ആയിട്ടുള്ളത് സ്ലീവിലും അടിയിലും മാത്രം വരുന്നത്. ഇതേ സെയിം പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്, ഒരു ബോളിന്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഇതിന്റെ തന്നെ ഇഷ്ടംപോലെ കളർ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് വന്നാൽ കുറേ കാണാം. ഇതതുപോലെ തന്നെ ഒരു ക്രീം കളർ വന്നിട്ട് ആ ഫ്ലവറിനനുസരിച്ച് മാച്ചിങ് സ്ലബ് കൊടുത്തേക്കണാണ്. ഒരു സൈഡ് മാത്രമായിട്ട് കൊടുത്തേക്കണേ. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമായിട്ടത് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. ഈ സ്റ്റാൻഡേർഡ് ഞാൻ എടുത്തോട്ടെ. ഈ സ്റ്റാൻഡേർഡ് കാര്യമായിട്ട് ഇത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ ഒരു വീനെക്ക് വന്നപ്പോഴാണ് കേട്ടോ അതിന്റെ ഒരു ഭംഗി. പിന്നെ ഇതിന്റെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ. അതുപോലെ തന്നെ ക്രീം ബോഡി എല്ലാം ക്രീം ആയിരിക്കും. ഈ ഫ്ലവറിന് ചേഞ്ച് വരുമ്പോ സ്ലബിന്റെ കളർ ചേഞ്ച് ആവും വരും. അതാണോ ഇരിക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല, അത് വേറെ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. ഇതതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലാണ്. സ്ട്രൈപ്സ് ആയിട്ട് വന്നിട്ട് യോക്ക് ഫ്ലവർ വരും. അതിലും പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ്. പൈപ്പിംഗ് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ പീസ് ആണ്. അതുണ്ട്. ആ ബോക്സ് എടുത്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ പൈപ്പിംഗ് കൊടുക്കുന്നത് ഒരു വേരിയേഷൻ മനസ്സിലാവാൻ വേണ്ടി ഒരു ഫിനിഷിംഗ് കൂടി കിട്ടാൻ. പിന്നെ എല്ലാത്തിലും വുഡ് ബട്ടൺ ആയിരിക്കും. ഇത് നമ്മ മറ്റേ ഷർട്ടിനൊക്കെ വെക്കണ ബട്ടൺസ് ആണ് കൊടുത്തേക്കുന്നത്. വെറൈറ്റി അങ്ങനെ. അപ്പൊ ഇനി ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിച്ച് കഴിഞ്ഞ ഭാര്യ ഇങ്ങനെ എന്തൊക്കെ ഐഡിയകളെ കൊണ്ടുവരുന്നേ. ഇതതുപോലെ തന്നെ കാന്തേലി എയർലൈനാണ് പാച്ച് വർക്ക് കൊടുത്തത്. അതല്ല പാച്ച് വർക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പാച്ച്, ഒരു ലേസ് മാത്രം പോലെ ലേസ് നമ്മുടെ ഈ മെറ്റീരിയലിന്റെ അടിയിലുള്ളതാണ്. ആ ലേസ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തെന്ന് മാത്രം ഒരു ഷേപ്പാക്കി കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് റിങ്കിളിലാണ് കേട്ടോ. റിങ്കിളിൽ സ്മോക്കി ആണ്. ബാക്കും ഫ്രണ്ടും സ്മോക്കി തന്നെയാണ് കേട്ടോ വരുന്നത്. സ്ക്വയർ ആയിട്ടുള്ള നെക്കാണ്. ഇത് ഇട്ട് കാണിക്കുമ്പോഴാണ് ശരിക്കും ഒരു ഭംഗി. കാരണം എന്ന് വെച്ചാൽ സ്ക്വയർ നെക്ക് കാണാൻ നല്ല ഭംഗി, കാണാൻ നല്ല സ്ക്വയർ വി നെക്ക് റൗണ്ട് നെക്ക് ഒക്കെ എപ്പോഴും കാണുന്നതാണ്. സ്മോക്കി പറഞ്ഞ പോലെ തന്നെ ഇടാനും നല്ല കംഫർട്ടാട്ടോ. സ്മോക്കി നമ്മളിങ്ങനെ ഷേപ്പ് ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഷേപ്പ് ഉള്ളവർക്ക് ഉണ്ടാവണല്ലോ. ഇനി അടുത്തേക്ക് കിടക്കാം. നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. കുറെ നടക്കാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തിരിഞ്ഞും പറഞ്ഞൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് കാണാം. ഇപ്പുറത്തേക്ക് പോയോ, എന്നാലും എനിക്ക് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാൻഡ് വർക്കിന്റെ ഐറ്റം ഉണ്ടോ. ഇത് വന്നിട്ട് സ്ട്രൈപ്സ് വന്നിട്ട് കോട്ടണിലെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ബോക്സിന്റെ ഫോയിൽ പ്രിന്റ് ആണ് വന്നത് കേട്ടോ. യോക്കില് ഫോയിൽ പ്രിന്റും ഹാൻഡ് വർക്കും വരുന്നുണ്ട്. ഇതിലും ഉണ്ട് പൈപ്പിംഗ്. ഇത് അതുപോലെ തന്നെ സെൽഫ് ആയിട്ട് വന്ന അതിൽ ഹാൻഡ് വർക്ക് വന്നതാണ്. മിററും ബീഡ്സും കൂടി വന്നതാണ്. ഇതിലധികം ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് വർക്ക് മാത്രം.
ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് കാണാൻ ആ സെയിം ത്രെഡിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ചിലർക്ക് പ്ലെയിൻ ഇടാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് അടിപൊളി കളറാണല്ലോ. ഇതിൽ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തന്നെ പൊതുവേ ഇല്ലാത്തൊരു കളേഴ്സാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്ലൂ അല്ല, ഇത് ടീൽ കളറാണ്. സാധാരണ ഈ കളർ റയർ ആണോ ചോദിച്ചാൽ അല്ല, എന്നാൽ ഈ കളർ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത് ഈ വർക്കിൽ ഈ കുർത്തീസ് നമ്മുടെ ഇവിടെ സിവിക്ക് ഗവൺമെന്റിൽ ഇതതുപോലെ തന്നെ ഒരു കോട്ടണിൽ 6 ആക്ക് ഡിസൈൻ വന്നിട്ട് യോക്ക് ഫ്ലവർ ആയിട്ടായിരിക്കും തന്നെ വിത്ത് ഹാൻഡ് വർക്ക് ആണ് വന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഒരു അട്രാക്ഷൻ വരുന്ന ഒരു കളറാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ളത് വേണമെന്ന് വെച്ചാൽ അതുകൊണ്ട് സട്ടിലായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോട്ടണിലാണ് കേട്ടോ. കോട്ടണിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റിയാണ്. ഹാൻഡ് വർക്ക് ആയാലും വ്യത്യാസമുണ്ട്. അതുപോലെ വർക്ക്, അപ്പൊ വർക്ക് ഉള്ളതുകൊണ്ട് വർക്ക് ഇല്ലാത്തതും. ഇത് നമ്മൾ നെക്കിലാണ് പൈപ്പിംഗ് കൊടുത്തേക്കണത്. എന്നിട്ട് ഹാൻഡ് വർക്കും ബ്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനിൽ നമുക്ക് ബീഡ്സും മിററും കൂടി മിക്സ് ചെയ്തേക്കണം. പക്ഷെ അത് ശരിക്കും അങ്ങനെ എടുത്തും കാണിക്കില്ല. അങ്ങനെ വർക്ക് വേണമെന്ന് എടുത്ത് കാണിക്കില്ല വേണമെന്ന് പറയുന്നവർക്കൊക്കെ അങ്ങനത്തെ വെറൈറ്റീസ്. പിന്നെ വരുന്ന കളക്ഷൻ ഇതതുപോലെ മസ്ലിനിലാണ് വന്നത്. മസ്ലിനിലെ ഫ്രോക്ക് ആണ് വന്നത്. ഇതൊരു ബെൽറ്റ് പോലെ, ഇത് ഹാൻഡ് വർക്കാണ്. ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും ബെൽറ്റ് ഇട്ട പോലെ ഫീൽ ആണ് ആ വർക്ക് വരുന്നത്. കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഫ്ലോറലാണ് വന്നത്. പിന്നെ ഇത് ഡ്രോസ്ട്രിങ് ഉള്ളത് കൊണ്ട് അങ്ങനെ നമുക്കൊന്ന് കെട്ടട്ടെ അങ്ങനെ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ലുക്ക് അതിൽ വരുമ്പോ ഡ്രോസ്ട്രിങ് ഒക്കെ ഇതിലൊക്കെ ഒരു 6 കളേഴ്സ് വരെ വരും. എന്തായാലും ഉണ്ടാവില്ല. ഇതതുപോലെ തന്നെ യോക്ക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഹാൻഡ് വർക്ക് വേണ്ടത്. എന്തിട്ടാലും ഭംഗിയാണല്ലോ ഈ കുട്ടിക്ക്. കാണുന്നവര് നമ്മളെ ചീത്ത വിളിക്കോട്ടാ, കമന്റിന്റെ അടിയിലൊക്കെ വരും. ഞാനുള്ള കാര്യം പറഞ്ഞത് എന്തിട്ടാലും ഈ കുട്ടിക്ക് ഒടുക്കത്തെ ഭംഗിയാ, ഒടുക്കത്തെ ഗ്ലാമറാ. ഇനി ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറഞ്ഞു. ദൈവമേ, ഇഷ്ടംപോലെ കമന്റ്സ് വരും. സുന്ദരിയായുള്ളവരെ കാണുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് നമ്മൾ തന്നെയല്ലേ സുന്ദരി. ഓരോരുത്തരുടെ ഭംഗി നേരിട്ട് കാണുന്ന ഒരു ഭംഗി എന്നല്ലാണ്ട് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ടാവും. അത് വേറെ. നേരിട്ട് കാണുമ്പോ ഭംഗി എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയും? അതെ, ആ ഭംഗിയെ ഉദ്ദേശിച്ചത് ഞാൻ. പിന്നെ ഇത് ജോർജറ്റിൽ തന്നെ വന്നിട്ട് ശരിക്കും നമ്മ ഒരു കോട്ടാണെന്ന് ഓർക്കും, പക്ഷെ കോട്ടല്ല, അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്. ഡീറ്റെയിലിംഗ് നടുക്കിക്കൂടെ ഇങ്ങനെ പോയിട്ട്. അപ്പൊ യോക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക്, യോക്കിന്റെ വർക്ക് മൊത്തം സൈഡിലേക്ക് ഒരു ജാക്കറ്റ് സ്റ്റൈൽ ആയിട്ട്. പിന്നെ സ്ലീവിലും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഉണ്ടാവും. വരുന്നുണ്ട്. ഓ, ഇതൊരു കുറച്ച് വെറൈറ്റി ഹാൻഡ് വർക്ക് ഉണ്ടോ? അതെ, ഇങ്ങനെ നിൽക്കും. അത് സെയിം ആ ഒരു യോക്കില് ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വരുന്നത്. സ്ലീവിലും സ്ക്വയർ നെക്ക് ആണ്. അങ്ങനെ സ്ക്വയർ നെക്ക് ഉണ്ടാവാറില്ല പൊതുവെ. ഈ പറഞ്ഞ പോലെ എല്ലാ കസ്റ്റമേഴ്സിനും നെക്ക് അടിച്ചടിച്ച് വല്ല നെക്കിൽ ചേഞ്ചസ് ആഗ്രഹിക്കുന്നവരാണ്. ഇത് സ്ക്വയർ നെക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വൈഡൊന്നും അല്ല, നമ്മൾ കൃത്യം ആ യൂല് തന്നെ നിന്നോളും. ഇവിടെ നമ്മൾ എല്ലാ നെക്കും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാര്യം ആരും പറയരുത് ഞങ്ങൾക്ക് ആ നെക്ക് കിട്ടിയില്ല, ഇത് അതാണ് എല്ലാ നെക്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ സ്മോക്കിയാണ് വന്നത്. ഇത് ഫ്രണ്ട് മാത്രമേ സ്മോക്കി ആയിട്ടുള്ളൂ, ബാക്ക് ഫ്രോക്കിന്റെ മോഡൽ തന്നെ വന്നത്. ഫ്ലോറലാണ് വന്നത്. പ്ലെയിനിലുണ്ട്, പ്ലെയിനും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രിന്റിലും വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് നേരത്തെ ബ്ലാക്കിലായിരുന്നു പാച്ച് വർക്ക്. ഇത് നേരെ ഫ്ലെയർ ആയിട്ട് വന്നിട്ട് സ്ലബ് ആണ് നമുക്ക് പാച്ച് വർക്കിൽ വന്നിട്ടുള്ളത്. വേറൊരു ആ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു ഡയമണ്ട് ഡീറ്റെയിലിംഗ് ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല വർക്കൊക്കെ കയറിയിട്ടുണ്ട്. കല്ലൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് എന്താ? ഇനി നമുക്ക് ജോർജറ്റിൽ കുറച്ച് ഫ്രോക്ക് സ്റ്റൈലില് യോക്ക് വന്നിരിക്കുന്നത് നമുക്കൊരു അങ്ക്രക്ക സ്റ്റൈലാണ്. ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ട് 2 കെട്ട് അങ്ങനെ പിന്നിലേക്ക് കെട്ടണ്ടാന്ന്. പൂ പോലെ സൈഡിൽ കെട്ടിയിടും. അപ്പൊ 2 സൈഡും ഉണ്ടാവൂല. ഇത് നന്നായിട്ട് മൂവിംഗ് ഉള്ളതാണ്. ഈ വൈറ്റിൽ ഇങ്ങനത്തെ 2 സൈഡില്ല, ഒരു സൈഡ് മാത്രം. ഇത് വരുന്ന സൈഡ്. ഓക്കെ, അപ്പൊ ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു കളക്ഷൻസ്. അടുത്തത് വരുമ്പോ ക്രഷ് മോഡലിലാണ് കേട്ടോ. ഫ്ലോറല് വീനക്കാണ് വന്നത്. ഈ പറഞ്ഞ പോലെ പിന്നെ സ്ലീവ് ഒരു ഡിഫറെന്റ് ആയിട്ടാണ് വന്നത്. ആ ഒരു കട്ട് പഫില് ഇവിടെ ഡയറക്റ്റ് പ്ലെയിൻ ആണ് വരാറ്. അപ്പൊ ഇതൊരു ചെറിയ കൊൻപോട് സ്റ്റൈലാണ്. അത് ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഫീൽ ആവുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് ഇതൊക്കെ എല്ലാം ജോർജറ്റിൽ വരുന്നതാണ്.
ലൈനില് അതുപോലത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. വൈറ്റിൽ ഇങ്ങനത്തെ പ്രിന്റ്സ് നന്നായിട്ട് മൂവിങ് ഉള്ളതാണ്. ഇങ്ങനെ പല കളേഴ്സ്, വൈറ്റ് ആണ് മെയിൻ. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രിന്റിൽ ഡിഫറൻസ് വന്നിട്ടുള്ളത്. പിന്നെ നെക്ക് ചേഞ്ച് ഉണ്ടാവും, വി നെക്ക്. ഇതില് ഇപ്പൊ ബ്രൈറ്റ് ആണെങ്കിൽ ഇത് നോക്കുമ്പോ സട്ടൽ ആയിട്ടുള്ളത്, അങ്ങനെ വേരിയേഷൻസ് ഒക്കെ നമുക്ക് വരും. പിന്നെ ഇത് തുണിയും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഷിഫോൺ തന്നെയാണെങ്കിൽ ഇത്തിരി ലൈൻസ് ആയിട്ടുള്ള രീതിയിൽ ഒരു മോഡലാണ് വരുന്നത്. ഇത് വിത്ത് ലൈനിങ് ആണ്, എല്ലാതും എല്ലാം വിത്ത് ലൈനിങ് ആണ്. പിന്നെ ഇത് തന്നെ ഷിഫോണിൽ തന്നെ ഫോയിൽ പ്രിന്റ് വരുന്നതാണ്. സാധാരണ റയോണിലാണല്ലോ ഫോയിൽ പ്രിന്റ് വരുന്നത്. അത്യാവശ്യം ഫ്ലയറും ഉണ്ട് കേട്ടോ. ഫ്രോക്ക് കൊണ്ട് നല്ല ലെങ്ത്തിൽ നിൽക്കുന്ന രീതിയിലാണ്. കുറച്ച് ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരു 3 ടയർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് ഇതില്. ഇത് വൈറ്റ് ബേസിൽ ഇഷ്ടം പോലെ കളേഴ്സ് ഇങ്ങനെ മാറി മാറി കിട്ടും. അടുത്തതൊരു ഹാൻഡ് വർക്ക് ആയിട്ട് വീനൊക്കെ വരുന്നതാണ്. അതെ, അതാ ഞാൻ പറഞ്ഞ ഒടുക്കത്തെ ഗ്ലാമർ ആണ്, ആരോട് പറയിരിക്കും. പിന്നെ ഇതും ഫ്രോക്ക് മോഡൽ വന്നിട്ട് ഇത് യോക്ക് പോർഷൻ ജോർജറ്റ് ആണ് വരുന്നത്. അതിലാണ് വർക്ക് ചെയ്തേക്കണത്. നെറ്റാണിത്. അത് ബാക്കിലുള്ള ജോർജറ്റ് കാണാൻ പറ്റും. അത് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള വർക്ക് വന്നിട്ടുള്ളതാണ്. ഈ വർക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഒക്കെ കിട്ടൂട്ടോ നമുക്ക്. ഇപ്പൊ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമേ ഹാൻഡ് വർക്സിൽ കളേഴ്സ് ഇഷ്ടം പോലെ കളർ ഉണ്ട്. നല്ല ബ്ലാക്ക്, റെഡ്, കാണിച്ച ഒരു സാധനത്തിന്റെയും എല്ലാത്തിന്റെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 4 കളർ മിനിമം നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഷോർട്ട് ടോപ്പ് ഒക്കെ കാണാൻ കിടക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് തന്നെ ഫ്രോക്കാണ്. ചന്തേരിയിലാണ് വന്നത് മെറ്റീരിയൽ. ഹാൻഡ് വർക്കിന്റെ ആ ഒരു ഫ്ലവറോട് കൂടിയിട്ടുള്ള ഒരു വർക്ക്, അങ്ങനെ വന്നിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ അടുത്തത് ഇതെന്തത്? ഇതാണ് സൂര്യകാന്തി. അയ്യോ, പുറത്ത് നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം അകത്തേക്ക് അതെ അതെ. ഇതിലതുപോലെ തന്നെ എല്ലാം ബ്ലാക്കിലൊക്കെ വരുമ്പോ നല്ല ഭംഗിയാണ്, നല്ല കളേഴ്സ് ആണ്. ഈ ഫ്ലവേഴ്സ് വലിയത് നല്ല ഭംഗിയാ കാണാൻ. നമ്മൾ ഇടുമ്പോഴാണ് എല്ലാ കുർത്തിക്കും നമ്മളിപ്പോ ഈ കാണിക്കുന്ന എല്ലാ സാധനവും നമ്മൾ ഇട്ട് കഴിഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും ഇത് അടിപൊളി ഒരു കളർ ആയിട്ട്. പിന്നെ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. നമുക്ക് സട്ടിൽ കളേഴ്സും അതുപോലെ തന്നെ ബ്രൈറ്റ് കളേഴ്സ്. നമ്മൾ മെയിൻലി പറഞ്ഞ പോലെ നമ്മുടെ കടയിൽ വരുമ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. നമുക്ക് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നമ്മൾ കോമൺ കളേഴ്സ് അല്ലാണ്ട് വേറെ ഡിഫറെന്റ് കളേഴ്സ് എടുക്കാന്നുള്ളത്. അതെ, ഇത് പിന്നെ ബ്രൈറ്റ്നസ് ആയതുകൊണ്ട് തന്നെ സ്കിന്നും ആ ഒരു ബ്രൈറ്റ്നസ് വെളുപ്പ് തോന്നിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഡാർക്കിൽ വന്നിട്ടുള്ളതാണ്. ഒരു ഹാൻഡ് വർക്ക് ഒന്നുമില്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള വി നെക്കിൽ വരുന്നിട്ടുള്ളതാണ്. വി അല്ല, ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വീറ്റ് ആർട്ട് അങ്ങനെയും പറയാം. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പറയിക്കും. പിന്നെ ഇത് അതുപോലെ തന്നെ എ ലൈനിൽ താഴത്ത് ഫ്രില്ല് പോലെ വന്നിട്ട് യോക്ക് പോർഷൻ ഇതാണ് ഹക്കോബയാണ് കൊടുത്തേക്കണത്. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. ഈ ജോർജറ്റിൽ തന്നെ കുറെ തരം മെറ്റീരിയൽ വരുന്നത് ഹാർഷ് ആയിട്ടുള്ള സോഫ്റ്റ്, അതിൽ സോഫ്റ്റിൽ പെട്ട മെറ്റീരിയൽ ആട്ടോ. ഇത് സട്ടലായിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ ഇത് സെൽഫായിട്ട് തന്നെ ഇവിടെ ഒരു പിൻടക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. അതിൽ ഡ്രോസ്ട്രിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ്. ഇനി വെറൈറ്റീസ് ഒക്കെ എടുക്കണുള്ളൂ. കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഷോർട്ട് ടോപ്പ് ഉണ്ട്. ഇത് പാനൽ കട്ടാണ് വന്നത്. യോക്കിൽ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു വർക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഷേപ്പ് കുറച്ച് ഭംഗി. അതെ, അതല്ല ഇത് ബാക്കിലേക്ക് അതെ. അപ്പൊ അതിന്റെ ഭംഗി അറിയാൻ പറ്റും. കറക്റ്റ് ആ ഒരു അനാർക്കലി സ്റ്റൈലാണ്. ഇതില് ആ ഒരു യോക്ക് വന്നപ്പോ ഒന്നുകൂടി ഭംഗിയാവും കേട്ടോ. ഇത് ഏതാ തുണി? ഇത് രംഗീലയിലാണ് വരുന്നത്. രംഗീലയില് പ്ലെയിനും ഉണ്ട്, ബുട്ടയുണ്ട്, സ്ട്രൈപ്സ് ഉണ്ട്, അങ്ങനെ പല പല ഇതായിട്ടാണ് വരുന്നത്. ഇതിപ്പോ ബുട്ടയാണ് വരുന്നത്. അതിൽ ഹെവി ആയിട്ടുണ്ട്. ഇതിൽ ഇഷ്ടം പോലെ കളറുണ്ട്. 10 കളറെങ്കിലും ഉണ്ടാവും. 10 കളേഴ്സ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് സെറ്റ് ആയിട്ട് എടുത്താൽ മതി. ഏത് കളറാണോ വേണ്ടത് അത് മാത്രം എടുത്താൽ അതും സെറ്റാണ് എടുക്കേണ്ടത്. വീണ്ടും എടുത്ത് പറയാണ് കെട്ടായിട്ട് തന്നെ എടുക്കണം. ഇനി കെട്ടെന്ന് പറഞ്ഞാൽ വലിയ ചാക്കും കെട്ട് തലയിലൊന്നും വെച്ച് അതെ അതെ അതെ. ഇത് ഞാൻ കാണിക്കണോ വേണ്ടേ? എന്തായാലും പിടിച്ച ഒരു കളറോട് എടുത്തോന്നാ. അതെ, ഇവിടെ ഇരിക്കണ്ടല്ലോ. അത് സെയിം തന്നെയാണ്, വേറെ കളർ. എന്തായാലും നോക്കാം. ഇതില് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 4 കളേഴ്സ് ഉണ്ട്. കണ്ട ഡള്ളായിട്ടുള്ള സാധനം എന്നെ കൊണ്ട് ഇടിപ്പിച്ചു. എന്നിട്ട് അടിപൊളി കളർ അവിടെ ഇടിപ്പിച്ചു. അപ്പൊ സുന്ദരിയാണെന്ന് പറയാം. ലാവൻഡർ ആണ് ഭംഗി. അതെ, അടുത്ത സുന്ദരി വന്ന് ആരാണ് എന്താണ്. പക്ഷെ ശരിക്കും ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഭംഗിയില്ല. ഇട്ട് വരുമ്പോഴാണ് ഇതൊക്കെ ഇട്ടിട്ട് ഇതിൽ കാണാൻ പറ്റുമല്ലോ, നല്ല ഷേപ്പ് ആയിട്ടിരിക്കും. എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ നല്ല കളർ ഷർട്ടാ വരുന്നത്. ഒരു കളർ കൂടി ഇതിലുണ്ടാവും. 4 കളറുണ്ട്. പിസ്ത ഗ്രീനും കൂടി ഉണ്ട്. അതും കൂടി കാണിച്ചു കൊടുത്തേ കഴിഞ്ഞ് വഴക്ക് വേണ്ടല്ലോ. അപ്പൊ ഇഷ്ടമുള്ളത് ഏതാ സ്ക്രീൻഷോട്ട് എടുത്തോ, വേഗം തന്നെ ഓർഡർ ചെയ്തോ. എത്ര പീസ് വേണമെങ്കിലും നമുക്ക് എത്ര പീസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്ത് ഈ കളറും കൂടി ഉണ്ടാവും.
പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇട്ട കളർ ഭംഗി അത് സമ്മതിച്ച് പോരെ. നോക്കാം നമുക്ക് അടുത്ത കളക്ഷൻ കാണാം. അപ്പൊ ഇതിന്റെ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല നല്ല രീതിയിലായിട്ടുള്ള കുറെ വർക്കുകൾ. ഇനി നമുക്ക് 2 പീസും 3 പീസിന്റെ സെക്ഷൻ ആണിത്. അതും കൂടി ഷോർട്ട് ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഷോർട്ട് ടോപ്പ് ഉണ്ട്, അത് കാണിക്കാല്ലോ. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ പോരെ. കാണിക്കണോ? പിടിക്കില്ല, സമാധാനമായിട്ട് ഉണ്ടാവുന്നതെന്ന്. ഇത് 2 പീസാണ് വന്നത്. കോട്ടൺ ആണ് കേട്ടോ വന്നത്. കോട്ടൺ വൈറ്റ് ബേസ്, അതിൽ ചെറിയ ചെറിയ ബൂട്ട വർക്കൊക്കെ ആയിട്ട് പോയിട്ടുള്ള ഒരു കോട്ടൺ ടൈപ്പ്. ഇത് പാന്റ് ആയിട്ട് വരും. ബോട്ടം ഇത് വരും പാന്റ്. പിന്നെ ഇതിന്റെ നെക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതൊരു വി നെക്ക് പോലെയാണ്. വി ഇതിന്റെ അവിടെ നമുക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല, അതിന്റെ ഉള്ളിൽ പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചാലേ കാണാൻ പറ്റുമോ? കണ്ടോ? ഇത് ഇപ്പോഴത്തെ ട്രെൻഡി നെക്കാണ്. ഈ വി നെക്കിൽ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് കുറച്ചുകൂടി വന്നിട്ടുള്ള നെക്ക് ഈ ഒരു നെക്കാണ് വരുന്നത്. ഇതിന്റെ കൂടെ അപ്പൊ ഇത് 2 പീസാണ്. 2 പീസാണ്. ഓക്കെ. വൈറ്റ് ബേസിൽ ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഫ്ലവറിനാണ് കളേഴ്സും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. 2 പീസിൽ. പിന്നെ ഇത് ഒരു പിൻടെക്കായിട്ട് കോളറാണ് വന്നത്. ഇതും ഈ ഒരു പാറ്റേൺ ഇപ്പൊ ട്രെൻഡി അതെ, ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പഫും കൊടുത്തിട്ടുണ്ട്. 2 പീസിലൊക്കെ അങ്ങനെ ഇങ്ങനത്തെ പഫ് സ്ലീവ് ഒന്നും അങ്ങനെ വരാറില്ലല്ലോ. ബോട്ടം ഡോട്ട് ആയിട്ടാണ് വന്നത്. അത് നല്ല കളർ ഷെയ്ഡാണ്. കളർ ഷെയ്ഡാണിത്. അടിപൊളിയായിട്ടുണ്ട്, കാണുമ്പോ തന്നെ ഒരു ലുക്ക് അതിന്റെ. പിന്നെ ഇത് ബോട്ടം ഇല്ല, ടോപ്പും ഷോളും ആണ് വന്നത്. പാന്റിനാ പാന്റ് നമ്മൾ ലെഗിൻസ് ഒക്കെ പെൻസിൽ പാന്റ് ഒക്കെ അല്ലേ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് പാന്റ് ഉണ്ട്. അതും മേടിക്കാട്ടോ. ഇങ്ങനെ വരും ഷോള്. അപ്പൊ ഇങ്ങനെ ദുപ്പട്ട ഇതും കൂടിയിട്ടായിട്ടുള്ളത്. അത് സ്ട്രേറ്റ് കുർത്തി ആണെന്ന് വരുന്നത്. അപ്പൊ പാന്റ് സെപ്പറേറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ്. അത് സെപ്പറേറ്റ് മേടിച്ചാൽ മതി. ഓക്കെ. അടുത്തത് ഇത് ജോർജറ്റിലാണ് കേട്ടോ, ഫുൾ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. ഇത് റയോൺ ആണ് മെറ്റീരിയൽ. ഫോയിൽ പ്രിന്റ് ആണ് വന്നത്. ബോട്ടത്തിന്റെ പീസ് കൊണ്ട് ഒരു നെക്കിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു അങ്ക്രക്ക സ്റ്റൈലാണ്, പക്ഷെ അങ്ക്രക്ക അല്ല, ആ ഒരു മോഡലാണ്. പാന്റിന്റെ മെറ്റീരിയലാണ് നമ്മളിപ്പോ ഇവിടെ. പിന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ പാന്റിനൊക്കെ. ഇനി മൊബൈലൊക്കെ കൈ പിടിച്ചിട്ട് കിടക്കണ്ടല്ലോ. ടൈയിലാണ് വരുന്നത്. ഇങ്ങനെ ടൈ ആയിട്ട് നമുക്ക് എലാസ്റ്റിക് ആണ്. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇടാൻ നേരത്ത് പറയും ലൂസാണ് മീൻസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക്. അപ്പൊ ഈ വൺ സൈഡ് നമുക്ക് ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട്, ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് എലാസ്റ്റിക് വരുന്നത്. അപ്പൊ കറക്റ്റ് ആ ഒരു ഫിറ്റിംഗിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ വരുന്ന മോഡൽ എന്ന് പറയുന്നത് ഇതും റയോൺ ആണ് മെറ്റീരിയൽ. ഫോയിൽ പ്രിന്റ് ആണ്. ബോട്ടത്തിന്റെ പീസ് കൊണ്ട് ഫുള്ള് വരെ നമ്മൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ വുഡ് ബട്ടൺ ആണ് നമുക്ക് വെച്ചേക്കും. വുഡ് ബട്ടൺ. അത് കുറച്ച് എന്താ പറയുക, ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അഫോർഡബിൾ. എല്ലാം ഇതിന്റെ ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും വരുന്നത്. നേവി ബ്ലൂ, ബ്ലാക്ക്, മെറൂൺ, ബോട്ടിൽ ഗ്രീൻ അങ്ങനെ കളേഴ്സ് ആയിരിക്കും എല്ലാം ഉണ്ടാവും. 2 പീസിന്റെ ആണ് ടോപ്പ് കളക്ഷൻസ് വരുന്നത്. അപ്പൊ കുർത്തിയായി 2 പീസായി. പിന്നെ അടുത്ത 3 പീസ് കാണാം നമുക്ക്. ഓ എന്റെ കളർ. അതെ, പാന്റ് ഞാൻ പിടിക്കും. ഇത് ഒരു പാനൽ, സെന്റർ പാനലായിട്ടാണ് പോയിരിക്കുന്നത്. വി നെക്കിലാണ് ഇത് വരുന്നത് വർക്ക്. അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് വരുന്നത്. ഓ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഉണ്ടായിട്ടാണ് നമുക്ക് ഭയങ്കര സുഖമായിട്ട് കിടക്കണം മെറ്റീരിയൽ. ഇങ്ങനെ വേണം, അതായത് നല്ല ഒരു ഭംഗി കാണുള്ളൂ ഇട്ട് വരുമ്പോൾ. അപ്പൊ വിത്ത് പാന്റ് അങ്ങനെ 3 പീസ് ആയിട്ടാണ് വരുന്നത് റേറ്റ്. അപ്പൊ അല്ല പീസായിട്ട് വരുന്നത് സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും എങ്ങനെയാണ് ഇതുപോലെ മീഡിയം വരുന്നുണ്ട്. എല്ലിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ XXL വരെ, എല്ലിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ XXL വരെ. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര തൊട്ടാണ്? നമ്മുടെ 178 മുതൽ 1000 റേഞ്ചിലേക്ക് വരെയുള്ള കുർത്തീസ്. അത് പ്രീമിയം രീതിയിൽ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യം നല്ല കൂടിയ മെറ്റീരിയൽസിന്റെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ രീതിക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട് രണ്ടും. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇതും റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഫോയിൽ പ്രിന്റ് ആണ്. നല്ല ഷോളിൽ ഫ്ലോറൽ ആയിട്ട് വരുന്ന പാന്റിന്റെ ഇതിന് നമുക്ക് നെക്കിൽ കൊടുത്തേക്കുന്നത്. സ്ലീവിന്റെ അറ്റത്തും ഉണ്ടാവും. അറ്റത്തും ആ ഒരു വർക്ക്. അങ്ങനെ 3 പീസിന്റെ ഒരു ഫുൾ സെറ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മ നെക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിരിക്കണേ. ഓ അടിപൊളി. ഇങ്ങനെ കേറി നിൽക്കും. ഇറങ്ങി ഇപ്പൊ ഞാൻ ഇങ്ങനെ വെക്കണതാണ്. നമ്മൾ ഇട്ട് വരുമ്പോൾ കോളർ പോലെ കേറി നിൽക്കും. ശരിക്കും നമുക്ക് ആ വൃത്തിയോടെ അറിയാം. പക്ഷെ കുറച്ച് എന്തായാലും ഇറങ്ങി പിടിച്ചു എന്നാൽ ആ ഒരു കറക്റ്റ് നെക്ക് കുറച്ച് ഇങ്ങനെ നിൽക്കുക. എന്നാൽ ആ ഒരു ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നെക്ക് എന്തായാലും ഇവിടെ നിന്നായിരിക്കും വരിക കേട്ടോ സ്റ്റാർട്ടിങ്. ഷോൾ ഇത് വരും. ബോട്ടം ഇതാണ് കേട്ടോ വരുന്നത്. കോട്ടണിലാണ് ഇത് വരുന്നത്. അതും സെന്റർ പാനൽ പോയിട്ടുണ്ട്. അല്ല ഇത് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇത് കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ ആണ്. കോളറിലാണ് വന്നത്. അതിൽ പാച്ച് വർക്ക്, ചൈനീസ് കോളർ, പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തു. ബോട്ടത്തിന്റെ പീസ് തന്നെയാണ് വെച്ചേക്കണം. ബുട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബുട്ട കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 പീസാണ്. 3 പീസാണ്. ഷോൾ ഉണ്ട്. നല്ലൊരു കളർ ഷെയ്ഡ്. ഇതിലൊക്കെ തന്നെ ഒരു 4-5 കളേഴ്സ് വരും നമുക്ക്. കോമൺലി നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് 3 പീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ചുരിദാർക്ക് കുറെ ഫാഷൻ ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഷോളൊക്കെ അത്യാവശ്യം വരും.
നമുക്കൊരു ഒരു ഏജ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഈ പറഞ്ഞ ഞാൻ പറയില്ലേ ഇപ്പോൾ ഓഫീസ് വെയറിൽ പോണവർക്കാണെങ്കിലും ഷോളൊക്കെ ഇട്ട് പ്രിഫർ ചെയ്ത് പോണവരുണ്ട് അപ്പോൾ അവർക്കാണെങ്കിലും നന്നായിട്ട് മൂവിങ് ഉണ്ട് നമുക്ക് 3 പീസാണ്. നമ്മൾ മാത്രം ഷോൾ ഇടാത്തുള്ളൂ. നമ്മൾ ചെറുപ്പമാണല്ലോ, നമ്മൾ ചെറുപ്പമാണല്ലോ, ഞാനില്ല നമ്മളെല്ലാരും ചെറുപ്പമാണല്ലോ. ഇതും 3 പീസാണ് വന്നത്. ഇതെല്ലാം വൈറ്റ് ആയിരിക്കും വന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലവർ മാത്രം കളർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഈ നെക്കിലും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തേക്കുന്നത്. വീനക്ക് വന്നിട്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു പൈപ്പിംഗിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾ ഇങ്ങനെ വരും. അടിപൊളി ഒരു ദുപ്പട്ട. അങ്ങനെ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ വരുന്ന ഐറ്റം 3 പീസിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമുക്ക് നെറ്റ് കോട്ട രീതിയിൽ ഇനി വരുന്നുണ്ട്. അതെ, ഇതാകുമ്പോഴത്തേക്കും ഷോളും ടോപ്പുമാണ്. മിക്കവർക്കും ചിലപ്പോൾ ബോട്ടം അങ്ങോട്ടും ഇഷ്ടപ്പെടില്ല, സെയിം ആയിട്ട് വരുന്നത് ഇഷ്ടാവൂല. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ലെഗിൻസ് പെൻസിൽ പാൻറ്റൊക്കെ ഇടാമല്ലോ. ഇടാം. ഇപ്പൊ ഈ ഗ്രീൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ പിങ്ക് ആണെങ്കിലും ഇടാം, അവരുടെ ഇഷ്ടത്തിന് ഇടാം. കോട്ടയാണ് നല്ല ഒരു ഫംഗ്ഷൻ വെയറും ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ നെറ്റ് കോട്ടയിൽ തന്നെ നമുക്ക് 2 പീസിൽ അതിൽ ദുപ്പട്ടയിൽ 1 സൈഡാണ് ഫുൾ ഹെവി ഹാൻഡ് വർക്ക് അല്ല ഹാൻഡ് വർക്കും അതോടുകൂടെ എംബ്രോയിഡറി വർക്ക് രണ്ടും കൂടിയിട്ട് കയറിയിട്ടുള്ള സൈഡിൽ ഒരു സ്കാലപ്പ് പോലെ ഒരു ത്രെഡ് വർക്ക്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുൾ വർക്ക് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് കളേഴ്സ് ഇഷ്ടംപോലെ കളേഴ്സ്, ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് മൊത്തം ഉണ്ട്. ഇനി കാണിക്കണം, ഇനി വേറെ വേണോ? ഇനി അവര് വന്ന് കണ്ടോട്ടെ ബാക്കിയുള്ളത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇനി നമുക്ക് ഷോർട്ട് ടോപ്പ് കൂടി കാണാം. ഓക്കെ, ഇനി ഷോർട്ട് ടോപ്പും കൂടി കണ്ടിട്ട് പിന്നെ നമുക്ക് ജീൻസും ടോപ്പിന്റെയും കൂടെ ഇടാം. ജീൻസിന്റെ കൂടെ ഇടാന്ന് ജീൻസിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് കുർത്തീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് ഇപ്പോൾ വരുന്നത്. ഇങ്ങനത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജീൻസിന്റെ കൂടെ ആണെങ്കിലും ഇടാൻ പറ്റും. നമുക്ക് കാഷ്വലായിട്ട് പോകുമ്പോഴൊക്കെ പുറത്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ്. പലാസോ പാന്റ് അങ്ങനെ എന്തിനും കൂടിയാലും മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതന്നെ ഫ്ലോറൽ കോട്ടണിൽ വരുന്നുണ്ട്. റയോൺ ഉണ്ട്, കോട്ടൺ ഉണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പോസ് ചെയ്യാത്ത ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോട്ടണിൽ തന്നെ ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പിള്ളേർക്കൊക്കെ ഈ പറഞ്ഞ പോലെ വിത്തൗട്ട് ലൈനിങ്ങിൽ ജീൻസിന്റെ ഒപ്പം ടോപ്പായിട്ട് ഇടാൻ നല്ല. ഇതിലൊക്കെ ഇങ്ങനെയപ്പോൾ സൈസസ് വരുമ്പോ ഇതിന്റെയും സെയിം തന്നെയാണ്. നമുക്ക് ഈ വരുന്നത് മീഡിയം മുതൽ XL വരെ. മാത്രം കുറച്ചേ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ജീൻസിന്റെ കൂടെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് ഇങ്ങനത്തെ ഉണ്ട്. അത് വീനക്ക് വന്നിട്ട് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലെങ്ത് കൂടിയതാ. നമുക്ക് ഇതിന്റെ ഇപ്പം ഈ കാണിക്കാൻ പോകുന്നത് നമുക്ക് ചെറുതാണ്. ഇപ്പൊ ഇത്തിരി ലെങ്ത് കൂടിയിട്ടുള്ളതാണ്. ഷോർട്ട് ടോപ്പ് കൂടിയും കുറവായിട്ടുള്ളത് അങ്ങനെ പല ലെങ്ത്തിലും വരുന്നുണ്ട്. നമ്മൾ ഷർട്ട് പോലെ വരുന്നത് ഷർട്ടിന് പകരം. പക്ഷെ ഇത് ഫുൾ വിവിങ്, അതും ലൈറ്റ് കോട്ടണിൽ വരുന്ന ഒരു ഹാൻഡ്ലൂം മെറ്റീരിയലാണ്. കോട്ടണിൽ തന്നെ ഹാൻഡ്ലൂം മെറ്റീരിയലാണ് നിൽക്കുന്നത്. അപ്പൊ കുർത്തീസ് അല്ല, ഇതില് ഷോർട്ട് ടോപ്പും വരുന്നുണ്ട്. ഇത് ചൈനീസ് കോളറിൽ വരുന്നതാണ്. ചൈനീസ് കോളറാണ്. ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള അങ്ങനെ ഒരു മോഡലായിട്ട് വരുന്നത്. ഇതും ചൈനീസ് കോളർ നമുക്ക് ചെയ്ത് ഷോർട്ട് ടോപ്സ് ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മോഡൽസ് നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോ കോളിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൺവീനിയന്റ് അവർക്ക് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കെട്ടെടുത്ത് ജസ്റ്റ് ഒരു കെട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. ഇത് നമ്മിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഷോർട്ട് ടോപ്പിന്. അതാണ് നമുക്ക് സ്റ്റിച്ചിങ് മാത്രമുള്ള ഐറ്റം. സ്റ്റിച്ചിങ് ആണ് ഇത് ഫുൾ നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന ഐറ്റംസ് ആണ്. അത് ഈ പറഞ്ഞ പോലെ സെറ്റ് തന്നെയാണ്. 4 പീസ് ആയിരിക്കും. 4 പീസായിട്ട് വരുന്നത്. കാരണം ഇത് ഹോൾസെയിൽ ആണ്. വീണ്ടും എടുത്ത് പറയാം, ഹോൾസെയിലാണ്. അതെ, ഹോൾസെയിലാണ്. ഓൺലി. അതെ, അത് എത്ര പറഞ്ഞാലും ചിലർ ചോദിക്കും റീറ്റെയിൽ കൊടുക്കുമോ. അപ്പൊ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി എന്തൊക്കെയാ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ഇപ്പൊ എത്ര ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 2 ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോണിൽ വിളിച്ചത് ഏത് ടൈമിൽ നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യും, നമ്മൾ എടുക്കും. ഇനി നമുക്ക് മലയാളി മങ്കയായിട്ട് വന്നാല് ഓണം കളക്ഷൻ പിന്നെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതെ, അപ്പൊ എന്തായാലും നമ്മളൊന്ന് ഒരുങ്ങി. അതെ, ഓണമായിട്ടൊരു കുറക്കണ്ട അല്ലേ? എന്നാ ഒരു കട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു. നല്ലൊരു മലയാളി മങ്ക. പക്ഷെ ഇത് മലയാളി മങ്കയായിട്ട് തോന്നില്ല, ഒന്നുകൂടി നല്ല സുന്ദരികളായിട്ട് കുറെ പേര് ഇവിടെ ഉണ്ട്. വാ, ഞങ്ങളൊക്കെ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ആയിട്ട് കണ്ടോ. അതിൽ ഏത് മോഡൽ വേണോ? അനാർക്കലി സ്റ്റൈൽ വേണോ? അതിൽ എ ലൈൻ വേണോ? പിന്നെ ഷോളും കുർത്തിയും മാത്രം. അതെ, ഇത് കൂടാണ്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇനി ഓണത്തിന്റെ കളക്ഷൻസ് കാണിക്കാനുണ്ട്. 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരുങ്ങി പോകുന്നത് അത്രേ ഉള്ളൂ. അതാണ് കാര്യം. അപ്പൊ ഈ സംഭവം നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കളക്ഷൻസ് ഒന്ന് കാണിച്ചു തന്നെ. ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്ന് പറഞ്ഞേ.
ഈ മെറ്റീരിയൽ ടിഷ്യൂലാണ് വന്നിട്ടുള്ളത്. ഇത് പാനൽ കട്ടാണ്. ഈ പറഞ്ഞ പോലെ വി നെക്കാണ്. നമുക്ക് വി നെക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണത്തിൽ നമ്മൾ വി നെക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണിത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ത്രെഡ് വർക്കാണ്. ഫുള്ള് ഓവറോൾ ഉണ്ട് ബോഡിയിൽ, പ്ലെയിൻ അല്ല. ബാക്ക് നോക്കിയാലും ഫുള്ള് കോട്ടൺ ആണ്, ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഒരു പൈപ്പിംഗ് കൂടി കൊടുത്തിട്ട് അത് നെറ്റ് കോട്ടയാണ് ഇട്ടിരിക്കുന്നത്. നെറ്റ് കോട്ടയിലാണ് വിത്ത് ഷോൾ വന്നത്. ഷോളിലും വർക്ക് ഉണ്ടാവും, ടോപ്പിലും ബോക്സ് വർക്ക് ആയിട്ട് വരും. 2 പീസ് ആണ്. അപ്പൊ നമുക്ക് പെൻസിൽ പാന്റോ ലെഗിൻസിനെ കൂടി ഒക്കെ ഇഷ്ടമുള്ള പോലെ ഇടാലോ. ഇവിടെ കിട്ടൂട്ടോ. ഇനി അടുത്ത കളക്ഷൻ നോക്കണമെങ്കിൽ ഓരോരോ മെറ്റീരിയലും വ്യത്യാസമുണ്ട്, ഓരോരോ വർക്കുകളും വ്യത്യാസങ്ങളും വരുന്നുണ്ട്. അപ്പൊ നോക്കിയാലോ, ഇനി പ്രത്യേകം ഇത് സ്ലബ് സിൽക്കിൽ പാച്ച് വെച്ചേക്കണതാണ്. കോട്ടന്റെ പാച്ചാണ് വെച്ചേക്കണത്. വീനെക്കാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ബേജ് കളർ, വൈറ്റ് അങ്ങനത്തെ കളേഴ്സ് അല്ല, അതിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വർക്കുകൾ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ടിഷ്യൂ മെറ്റീരിയലിൽ അജറക്കിന്റെ പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കണ ഐറ്റമാണ്. ഫുൾ ഹാൻഡ് വർക്കിൽ കേട്ടോ. അതിൽ പാച്ച് വർക്ക് ബോക്സ് വേണോ, റൗണ്ട് വേണോ, ഈ മോഡൽ വേണോ, എല്ലാ മോഡലും ഉണ്ട്. അതെ. കളേഴ്സ് ഇതിന്റെ ഇപ്പൊ എങ്ങനെയാ? ഇത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ നോർമൽ നമ്മുടെ എല്ലാ ഇതുള്ള പോലെ തന്നെ മീഡിയം ടു ഡബിൾ എക്സൽ. നമ്മൾ ലാർജിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 3XL വരെ. ഓക്കെ. അപ്പൊ പിന്നെ പാച്ചിന്റെ കളർ ചേഞ്ച് ഉണ്ടാവും. 4 കളർ ഉണ്ടാവും. നേവി ബ്ലൂ ഉണ്ടാവും, ബോട്ടിൽ ഗ്രീൻ, ബ്ലാക്ക്, മെറൂൺ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഈ ഡ്രസ്സിലാവുമ്പോ ഇപ്പൊ ഇതിലെല്ലാം മൾട്ടി കളേഴ്സാ വരുന്നത്. ഇതിന്റെ നമുക്ക് 4 പ്രിന്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഇത് കാണുന്നത് ബട്ടർഫ്ലൈ ആണ്. പ്രിന്റ് അല്ല, എംബ്രോയിഡറി ആണ്. പ്രിന്റ് അല്ല, നമ്മുടെ ഇപ്പൊ തന്നെ ബട്ടർഫ്ലൈ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലവർ വരുന്നുണ്ട്. ഡിഫറെന്റ് പ്രിന്റ് അല്ല, എംബ്രോയിഡറി വരുന്നുണ്ട്. പറയുമ്പോ നമുക്ക് ഈ ഡിസൈനിന്റെ ഡിഫറൻസ് ഉദ്ദേശിച്ചത് നമുക്ക് ഡിസൈൻ ഡിഫറെന്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ പ്രിന്റ് എന്ന് പറയുമ്പോൾ ആ പ്രിന്റ് പോലെ അത്രയും ഫിനിഷിങ്ങോടാണ് നമ്മുടെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇനി അടുത്തത് ടിഷ്യൂ മെറ്റീരിയലിൽ തന്നെ ഇങ്ങനെ ഗോൾഡൻ ഡോട്ട്സ് വന്നതാണ്. സിമ്പിൾ ആയിട്ട് ചെയ്തേക്കണതാണ്. പിന്നെ വീനക്കാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതെ, കസവോട് കൂടിയിട്ട്. അത് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേപോലെ ഫ്രണ്ടും ബാക്കും പ്ലെയിൻ അല്ല ബാക്കിൽ ഇട്ടേക്കുന്നത്. ഇത് അതുപോലെ തന്നെ കോട്ടൺ ആണ്. പിന്നെ ഇതൊരു ലേസ് വർക്ക് കൊടുത്തേക്കണാണ്. നെക്കില് ഒരു ചെറിയൊരു ലേസ് ആയിട്ട് കൊടുത്തേക്കണതാണ്. സ്ലീവിലും ഉണ്ട് ലേസ്. ചിലവർക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മതിയാവും. അപ്പൊ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ട് ഷെയ്ഡിലാണ് ഇത് വരുന്നത്, ഓഫ് വൈറ്റ് ഷെയ്ഡില്. അപ്പൊ ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ പിന്നെ ഇത് സെന്ററിൽ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. ഫുള്ള് ചെറിയൊരു സീക്വൻസും കൂടെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ സൈഡിൽ പ്ലെയിൻ ആയിട്ട് ഫ്രണ്ടിൽ മാത്രം എംബ്രോയിഡറി വർക്ക് വരുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. മറ്റേത് നമ്മൾ ഫസ്റ്റ് കണ്ടത് അജറക്കിന്റെ അത് തന്നെ. അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എംബ്രോയിഡറി ആണ് ഫുള്ള് വന്നേക്കുന്നത്. സ്ലീവിന്റെ അറ്റത്തും ഈ പറഞ്ഞ പോലെ സെന്റർ പോർഷനിലും ആണ് അത് കൂടുതൽ വരുന്നത്. അങ്ങനെ വർക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അത് പറയുമ്പോൾ നമുക്ക് അജറക്കിന്റെ വേണോ അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്ക് വേണോ, അങ്ങനെ വെറൈറ്റി. പിന്നെ അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് വന്നത് വേറൊരു പാറ്റേൺ ആണ്. സെന്ററിൽ കുറച്ച് ഭാഗം മാത്രം പ്ലെയിൻ വന്നിട്ട് രണ്ട് സൈഡിലായിട്ട് വരും. നമ്മൾ ഡിസൈൻ വരും. അതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് സ്ലീവും അതുപോലെ തന്നെ ഡിസൈൻ ആണ് വന്നത്. ഡിസൈൻ അതൊക്കെ ഫുൾ എംബ്രോയിഡറിയിൽ സീക്വൻസ് വർക്ക് അങ്ങനെയായിട്ട്. പിന്നെ ഇതാകുമ്പോൾ സ്ട്രൈപ്സ് ടിഷ്യൂല് വന്നിട്ട് ഹാൻഡ് വർക്കാണ് വന്നത്. ഇത് ലൈനിന്റെ ഈ ഗ്യാപ്പുകളൊക്കെ മെറ്റീരിയലിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലതൊക്കെ വീതി കുറഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ സ്ട്രൈപ്പ് ആയിട്ട് കിട്ടും. അങ്ങനെ മെറ്റീരിയൽ ഇഷ്ടംപോലെ കിട്ടും. ഒക്കെ ഗോൾഡന്റെ ഇതില് ഫുൾ ഹെവി ഹാൻഡ് വർക്ക് കുർത്തിയാണിത്. ഫുൾ ഹെവി ഹാൻഡ് വർക്ക്. പിന്നെ ഇത് ടിഷ്യൂല് വർക്കൊന്നും ഇല്ലാത്തത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയത്. ജസ്റ്റ് ഈ നെക്ക് ഒരു ട്രെൻഡ് ആണല്ലോ. അതെ, വീനൊക്കെ ആയതുകൊണ്ട് ട്രെൻഡ് ആക്കി എടുത്തു മാത്രമല്ലേ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ലൈൻസ് ആണെങ്കിൽ അതിൽ ചെക്കിൽ പിന്നെ അതുപോലെ തന്നെ ബീഡ്സ് ചേഞ്ച് ഉണ്ട്. നമുക്ക് വൈറ്റ് ബീഡ്സ് മറ്റേതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആന്റിക്കിലാണ് കൂടുതൽ നമ്മൾ കാണാറ്. ഇത് വൈറ്റ് ബീഡ്സിലാണ് വന്നേക്കുന്നത്. ഓ അടിപൊളി. ഇത് ആലിയ പിന്നെ നമുക്ക് ഇവിടെ മസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഓണത്തിന്റെ അതിലും നമ്മ ആലിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതില് ഫുൾ ആ ഒരു ഹാൻഡ് വർക്ക് അത് ജോർജറ്റിന്റെ മെറ്റീരിയൽ. അതുപോലെ തന്നെ ജോർജറ്റില് പാനൽ കട്ടാണ് വന്നത്. ഇത് പാനൽ കട്ടില് ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ പാനലാണ്. ഫുൾ പാനലാണ്. അതുപോലെ 2 സ്ലീവിലും വർക്ക് ഉണ്ടാവും. ബീഡ്സ് വർക്കാണ്. പിന്നെ ഒരു അംഗ്രക സ്റ്റൈലാണ് ഇതിന്റെ യോക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മോഡലായിട്ട് ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ കട്ട് ബീഡ് വർക്ക് ഡീറ്റെയിലിംഗ് പോയിട്ടുള്ളത്. പിന്നെ ഇത് ചെക്സിൽ തന്നെ അജറക്ക് വന്നിട്ടുള്ള പാറ്റേൺ ആണ് വിത്ത് ഹാൻഡ് വർക്ക് ബോക്സ്. ഇത് സ്ലീവിലും ഉണ്ട്. ചെക്കാണ് നമ്മുടെ അടിയിലുള്ള മെറ്റീരിയൽ. ടിഷ്യൂല് കുറെ ഉണ്ടല്ലോ, പ്ലെയിൻ ചെക്ക്, സ്ട്രൈപ്സ് എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റിയിൽ
ചെയ്തിട്ടുണ്ട് എല്ലാം. എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് അതെ, നമുക്ക് ഓൺലൈനായിട്ടോ ബുക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാനും നമുക്ക് സാധിക്കും. അതായത് നമുക്കൊരു കസ്റ്റമേഴ്സിന് ചില സമയത്ത് നമ്മൾ സ്റ്റോക്ക് ഫോട്ടോ ഇടും, നമ്മുടെ അപ്ഡേഷൻസ് ഉണ്ടാവും നമ്മുടെ വാട്സപ്പിൽ. അപ്പോൾ നമുക്ക് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ നമ്മൾ നീക്കി വെക്കും. കാരണം നമ്മുടെ എപ്പോഴും ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടില്ല ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഇവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിന് നേരത്തെ പറഞ്ഞു വെച്ചാൽ നമുക്ക് നീക്കി വെക്കാൻ പറ്റും. ഇത് ചന്തേരി തന്നെയാണ് മെറ്റീരിയൽ, ഹെവി വർക്കാണ്. ഇത് ത്രെഡും ചെറിയൊരു സ്വീക്വൻസും കൂടി വന്നതാണായിട്ട്. പിന്നെ ഹാൻഡ് വർക്കും കൂടി ഉണ്ട്, മിററും ബീഡ്സ് വർക്കും കൂടി വന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ച് ഇത് ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ്, ഡിസൈൻ ആണ്, പ്ലെയിൻ ഒന്നും അല്ല. മെറ്റീരിയൽ ബാക്കിലും ഫ്രണ്ടിലും സെയിം മെറ്റീരിയൽ അത് വരുന്നത്. കുറച്ച് ഹെവി പീസ് ആയിട്ട് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ഇതാണ്. അപ്പൊ ചന്തേരി ആയി, കോട്ടൺ ആയി, ടിഷ്യൂ ആയി, അങ്ങനെ ഇങ്ങനെ വെറൈറ്റീസ് കയറി വരുന്നുണ്ട്. പിന്നെ ഇത് ഫ്രോക്കാണ്. ഇനി ഫ്രോക്ക് ഓണത്തിന് കിട്ടിയില്ല എന്ന് പറയണ്ടല്ലോ, അത് കാരണം ഫ്രോക്കും കൂടി വെച്ചിട്ടുണ്ട്. അതിലും ഫുൾ സീക്വൻസ് വർക്കും കൂടിയിട്ടാണ് വരുന്നത്. ഫ്ലയർ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. താഴത്ത് ഫ്രില്ലായിട്ട് കൊടുത്ത് സ്ലീവ് എലാസ്റ്റിക് പഫ് സ്ലീവ് ആണ് വരുന്നത്. അതെ, കോട്ടണിലാണ്. കോട്ടണിലാണ്. ഏത് മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, പക്ഷെ ബൾക്കായിട്ട് ഓർഡർ തരേണ്ടി വരും. പിന്നെ അതിന്റെ തന്നെ കളർ ത്രെഡിൽ വന്നതാണിത്. ചെറിയൊരു സ്വീക്വൻസും ഉണ്ട്, ചെറിയൊരു ഷൈനിങ് ഉണ്ടാവും ഇതിന്. പാറ്റേൺ ഒക്കെ സെയിം തന്നെ, ത്രെഡ് വർക്ക്. ഇത് കാണുന്നത് ഫുൾ ത്രെഡ് വർക്കാണ്, ഫുള്ള് ത്രെഡ് ആണ്. ഒരു പ്രിന്റ് അവിടെ ആ അല്ല അല്ല, പക്ഷെ നല്ലതായിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാ കേട്ടോ. അത് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ്, ഫ്രണ്ടിൽ മാത്രമായിരിക്കും ആ ഒരു മാത്രമുണ്ടോ ആ വർക്ക് കയറി. പിന്നെ ഇത് എന്റെ ഡൂപ്പാ. ആ അതെ, കാണിച്ചാൽ കഴിഞ്ഞ് കസ്റ്റമർ ഇട്ടത് ചോദിക്കുമ്പോ കൊടുക്കണ്ടേ. ഇവിടെയുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോ ലുക്ക് ഇല്ലല്ലോ. അതെ, ഇട്ടപ്പോ അടിപൊളിയല്ലേ. ഇട്ടപ്പോഴാണ് അതിന്റെ ലുക്ക് കുറച്ച് മെലിഞ്ഞ് തോന്നിക്കുന്നത്. പാനൽ കട്ടാണ്. പാനൽ കട്ടില് ആലിയ വന്ന പൈപ്പിങ്ങിന്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതിലെല്ലാം ട്രെൻഡ് കയറി. ആലിയ, വീനക്ക്, പാനല്. അതെ, ഫുൾ പാനലാണ്. ബാക്കും ഇത് കണ്ടോ, പാനലായിട്ട് വന്നിട്ടുള്ള നല്ല ഷേപ്പായിട്ട് കിടക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതൊക്കെ ബൾക്ക് ഈ ഇരിക്കണത് മൊത്തം ഓണം കളക്ഷന്റെ ബൾക്ക്. ഇത് സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കെട്ടൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് എടുത്തോളൂ, അല്ലാത്തത് ബൾക്ക് കെട്ട് പറയുകയാണെങ്കിൽ ഗോഡൌണിൽ നമ്മുടെ ഇതിന്റെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ എത്ര സെറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് എടുപ്പിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഗോഡൌണും ഉണ്ട്, 2-3 ഗോഡൌണും കൂടി ഉണ്ട്. അതെ, 2-3 ഗോഡൌണും കൂടി ഉണ്ട്. ഇതെന്താ അടിപൊളി വെറൈറ്റി. ഇതാണ് വെറൈറ്റി ബനാറസി. ലാസ്റ്റിലേക്ക് ഒളിപ്പിച്ചു. അതെ, ഒളിപ്പിച്ച് ലാസ്റ്റ് ഇത്തിരി മെറ്റീരിയലുള്ളതാണ്. അപ്പൊ ബനാറസി മെറ്റീരിയലില് നല്ലൊരു ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഫുൾ ഹെവി വർക്ക്, 2 ഡിസൈൻ ആയിട്ടുണ്ടാവും. ഇതാകുമ്പോ ഇത്തിരി വലിയ ഡിസൈൻ ലീഫായിട്ട് വരും, യോക്കില് ചെറിയ വർക്കായിട്ട് വരും. ഇത് തന്നെ നേരെ തിരിച്ച് ഉൾട്ടാ പോലെ ഉൾട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടും നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പൊ ബനാറസി മെറ്റീരിയലാണ് ഈ ഒരു ഓണത്തിന്റെ അടിയിലൊക്കെ ഫ്രിൽ വർക്കും ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇത് കൂടാണ്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നേരിട്ട് വരണമെങ്കിൽ വരാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ത്രൂ ആയിട്ടായാലും കാണാം. എന്നാലും നമ്മൾ കാണിച്ചിട്ടില്ല എൻ്റെ ഒരു ലുക്ക് ഒന്നുകൂടി എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുകൂടി അല്ല, എന്തോ ഒരു ആൾക്കാർ. കാരണം ഇത്ര അധികം കളക്ഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മളൊന്ന് ബാക്ക് ഔട്ട് ആയി പോയാ അങ്ങനെ ഒരു ഫീൽ ആയാ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ നോക്കിക്കോന്ന് പറയാം. സാധനം കാണിക്കണതാണല്ലോ നമ്മുടെ പ്രയോറിറ്റി ഫസ്റ്റ്. അപ്പൊ ഏത് മോഡലാണെങ്കിൽ ഒക്കെ നമ്മളിവിടെ റെഡി സ്റ്റോക്ക് ആക്കി. പിന്നെ ഐറ്റങ്ങൾ വന്നോണ്ടിരിക്കുവാണ്. കുറെ മോഡലൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഇഷ്ടംപോലെ ഉണ്ട്. മോഡൽസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓണം എടുക്കുന്നുള്ളൂ അത് വരും. കുറച്ചൊക്കെ വന്ന് നമ്മൾ സ്റ്റോക്ക് പൊട്ടിച്ചിട്ടില്ല, ഇനിയുണ്ട് ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. അവിടുത്തെ ഷോപ്പ് കൂടി ഒന്ന് കാണിക്കണ്ടേ? അവിടുത്തെ ഷോപ്പും കൂടി ഒന്ന് കാണിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാഞ്ചുള്ള കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്കവർക്കും അറിയത്തില്ല. കാരണം നമ്മുടെ ഈ ഷോപ്പാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോസിന്റെ അതെ ഈ പറഞ്ഞ പോലെ ബ്രാഞ്ച് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ലാസ്റ്റിലേക്കൊക്കെ പോകും വീഡിയോസിന്റെ അവസാനം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിൽ കൂടെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമ്മുടെ ബ്രാഞ്ചിലേക്കാണ് വരാൻ പറ്റുന്നത്. പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഈ കട മാത്രമായിരിക്കും അവർക്ക് കാണാൻ പറ്റുന്നത്. അവിടുത്തെ കടയിൽ ഒരെണ്ണം കൂടി കാണിച്ചേക്കാം. ഇത് ടിഷ്യൂ മെറ്റീരിയൽ സ്ലീവ്ലെസ് ആയിട്ട് വന്നിട്ട് വെൽവെറ്റിന്റെ ത്രെഡ് വർക്കിന്റെ കോട്ടാണ് വന്നത്. ചെറിയൊരു ജാക്കറ്റ് ടൈപ്പ്. ഇതാകുമ്പോൾ നമുക്ക് അല്ലാണ്ടും യൂസ് ചെയ്യാം. ഇതിന് കൂടി അല്ലാണ്ട് സെപ്പറേറ്റ് ഇടാം. ഇതിന്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു പഫ് സ്ലീവ് ആണ് വന്നത്. പ്ലെയിൻ ആയിട്ട് ഇടുന്നവർക്ക് അത് ഇടാൻ പറ്റും. കാരണം ഇത് അറ്റാച്ച്ഡ് അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ആണ്. ഇതിന്റെ തന്നെ നമുക്ക് ജാക്കറ്റില് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് അത്. ഓക്കെ, ഇത് പ്ലെയിൻ ആയിട്ട്. ഇനി ഡിസൈൻ വേണ്ടാന്ന് തോന്നുന്നവർക്ക് പ്ലെയിൻ ആയിട്ട് ഇടാം. അങ്ങനെ ഇടാം. ജാക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് ഈ പറഞ്ഞ പോലെ ഇതിന്റെ പോലെ തന്നെ വേറെ ഏതെങ്കിലും കളേഴ്സിന്റെ കൂടെ കോമ്പിനേഷൻ ശരിക്കുള്ള ഒരു ലുക്ക് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് ഇവിടെ പിടിച്ചേ, ഈ ഒരു സൈഡ് പിടിച്ച് തന്നാലാണ് ആ ഒരു ലുക്ക് കാണുമ്പോൾ ഭംഗി വരുള്ളൂ. ഇതാണ് എക്സൈറ്റ് ലുക്ക് വരുന്നത് കേട്ടോ.
അപ്പൊ ഇത് വർക്ക് ഉള്ളതുകൊണ്ട് വർക്ക് ഇല്ലാത്തതും വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഓണം നിങ്ങൾ അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഒന്ന് പോയാലോ? അപ്പുറത്തേക്ക് കടയിലേക്ക് പോകുമ്പോ ഈ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഓണം തുടങ്ങി എന്താണെന്ന് മനസ്സിലാകും. എന്താ പെടർക്ക് വട്ടായി എല്ലാവർക്കും ഓടി. അപ്പൊ അന്ന് വേഷം മാറിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അപ്പൊ പോവാം, പിന്നാലെ ഫോളോ മീ. നമ്മളിപ്പോ പോസ്റ്റ് ഓഫീസ് റോഡ് വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആദ്യം നടന്നതിലൊന്നുമില്ല, കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പൊ നമ്മള് പോസ്റ്റ് ഓഫീസ് റോഡ് ലിങ്ക് റോഡ് അതെ, പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിൽ വന്നിട്ട് ഇതാ വീണ്ടും സി വി കെ ഗാർമെന്റ്സിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഇപ്പൊ അവിടെ കണ്ടതാണല്ലോ. അതെ, നമ്മുടെ അവിടുത്തെ ഇവിടുത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ നമ്മുടെ CVK ഗാർമെന്റ്സിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സെയിം ഈ ഐറ്റംസ് അത് കൂടാണ്ട് കുറച്ചും കൂടി വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓണത്തിന്റെ ഈ സംഭവം ഒന്നും നമ്മൾ അവിടെ ഡിസ്പ്ലേയിൽ കണ്ടിട്ടില്ല. അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇതിവിടെ ഉണ്ട്. എന്തായാലും ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ഷോപ്പിന്റെ ലുക്ക് നോക്കി. അപ്പൊ ശരിക്കും നമുക്ക് മേനക വഴിക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ശരിക്കും പോസ്റ്റ് ഓഫീസിന്റെ സ്റ്റാർട്ടിങ്. ഇത് ആക്ച്വലി നമ്മുടെ എൻഡിങ് ആണ് പോസ്റ്റ് ഓഫീസിന്റെ ഇത് എൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ മേനക ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് എൻഡിലാണ് നമ്മുടെ ഈ കട വരുന്നത്. അപ്പൊ കട ഇവിടുത്തെ കുറച്ച് ചെറുതാണ്, പക്ഷെ ഇതിനേക്കാളും ഒരു 3-4 ഇരട്ടി അവിടെ വലുതാണ്. കട ചെറുതാണ് വലുതാണ് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. കളക്ഷൻസ് ഒക്കെ വെറൈറ്റി, കളക്ഷൻസ് റേറ്റ് ഒക്കെ സെയിം തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. കളക്ഷൻസ് വെറൈറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ റേറ്റ് സെയിം തന്നെയായിരിക്കും അവിടുത്തെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇവിടത്തെ ഒന്ന് ലുക്ക് കടയിലൊന്ന് കയറി നോക്കിയാലേ ലൈവ് ആയിട്ട് തന്നെ നമുക്ക് പോയി കാണാൻ പാടില്ല. അപ്പൊ നോക്കാം നമുക്ക് ഇവിടെയും എന്താണ് ഐറ്റംസ് എന്നുള്ളത്. അങ്ങോട്ടല്ല ഇങ്ങോട്ടാ. ഞാൻ അങ്ങോട്ട് തുറക്കാത്തപ്പോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ്. അപ്പൊ എല്ലാരും ഒന്ന് കയറി വരൂ. അപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ CVK കളക്ഷൻസിന്റെ ബ്രാഞ്ച്. അപ്പൊ ഇത് ബ്രാഞ്ചാണ്. ഇവിടെ ആയാലും അവിടെ ആയാലും നിങ്ങൾ പറയുന്ന സംഭവങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഇവിടെ അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സിന് നമുക്ക് അത്രയും ദൂരം അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സാധനം എത്തിക്കാൻ പറ്റും. അല്ല, എന്താ അത്ര ദൂരമൊന്നും ഇല്ല, പക്ഷെ ചില കസ്റ്റമേഴ്സിന് ഇത്തിരി മടിയുണ്ട്. അതായത് ഇപ്പൊ ഈ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം നടക്കണമല്ലോ എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവർക്കാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടാക്കി തരും, നമ്മൾ സ്കൂട്ടറിലാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടാക്കി തരും. അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധനം വേണമെങ്കിൽ നമുക്ക് ഇവിടെ എത്തിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവിടുത്തെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തിച്ചു കൊടുക്കും. അപ്പൊ ഇവിടുത്തെ കളക്ഷൻസ് ഇതൊക്കെ നിറയെ റാക്കിലേക്ക്. ഇവിടെയും കുറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഉള്ളിലും കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഓണത്തിന്റെ കുറെ കളക്ഷൻസ് ആണ്. ഇത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മാറി മാറി. അതെ, ഓണത്തിന്റെ കളക്ഷൻസ് നമുക്ക് രണ്ട് സൈഡിലും സെയിം തന്നെയാണുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ഷിഫോൺ ഐറ്റംസ് കുറച്ചധികം പോകുന്നത് കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ഇത് കുറച്ചൊരു ഹോൾസെയിൽ മാർക്കറ്റ് ഏരിയ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏരിയയിൽ എപ്പോഴും ഈ ഒരു ഷോപ്പ് വരുന്നത്. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് വിശാലമായിട്ട് സൗകര്യമായിട്ട് ഇരുന്ന് കാണാനും കിടന്ന് കാണാനുള്ള സൗകര്യം. അതെ, അവിടെ നമുക്ക് കുറെ വെറൈറ്റീസ് നമുക്ക് വെക്കാനുള്ള സ്ഥലവും ഉണ്ട്, നമുക്ക് കുറെ വെറൈറ്റീസ് കാണാനും പറ്റും. അപ്പൊ രണ്ടിന്റെയും പേര് ഒന്ന്, സാധനം ഒന്ന്, റേറ്റ് ഒന്ന്, എല്ലാ സാധനവും സെയിം ആയിരിക്കും. രണ്ട് കടയാണെന്ന് മാത്രം. അത്രേ ഉള്ളൂ. വരാനുള്ള എളുപ്പത്തിന് വേണ്ടി CVK ഗാർമെന്റ്സ് എറണാകുളത്താണ് കേട്ടോ. അപ്പൊ അഡ്രസ് ലൊക്കേഷൻ ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിച്ചാൽ മതി. ഓൺലൈൻ ടീം നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഉണ്ടാവും. പിന്നെ സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ സൺഡേ ഓപ്പൺ ആയിരിക്കും. അല്ലാത്ത സമയത്താണെങ്കിൽ ഒന്ന് വിളിച്ചു വെച്ചിട്ട് സൺഡേ. നമുക്ക് സീസൺ ടൈമിൽ എല്ലാ സൺഡേ ഒരു 4 ഞായറാഴ്ച അല്ലെങ്കിൽ 5 ഞായറാഴ്ച നമുക്ക് ഓപ്പൺ ആണ്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് മൺഡേ ടു സാറ്റർഡേ വരെയാണുള്ളത്. സമയം നമ്മൾ രാവിലെ 9 മുതൽ രാത്രി 7:30 വരെയാണ്. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പൊ ഞങ്ങൾ ഇനി പോട്ടെ, ഞങ്ങള് ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടോ. നമുക്ക് ഇനി നമ്മൾ തമ്മിൽ കാണില്ല, ഇനി ഒരിക്കലും കാണില്ല. അല്ല, കാണാം. പക്ഷെ അടുത്ത ഇനി വെറൈറ്റി വരും. ഇനി അടുത്ത സീസൺ വരുമ്പോ വരാണ്ടിരിക്കാൻ പറ്റുമോ? CVKയിൽ ഇത്രയും വെറൈറ്റീസ് കിടക്കുമ്പോ അപ്പൊ എന്തായാലും അടുത്ത സീസണിൽ ഞാൻ എത്തിയിരിക്കും. ഇപ്പൊ നമുക്കൊന്ന് വിട പറയാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.